Welcome back to Easy English. +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന ലെസനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു വൺ ആക്ട് പ്ലേ ആണ്. വൺ ആക്ട് പ്ലേ എന്ന് പറഞ്ഞാൽ സിംഗിൾ തീമുള്ള ലിമിറ്റഡ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉള്ള ചെറിയ ഡ്രാമ. അപ്പോൾ വളരെ സിമ്പിളായ ലാംഗ്വേജാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് എഴുതിയിട്ടുള്ളത് RH വുഡ് ആണ്. അപ്പോൾ RH വുഡിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ വായിക്കാം. RH Wood, a British dramatist, is chiefly remembered for his one-act play Post Early for Christmas. RH Wood ഒരു ബ്രിട്ടീഷ് ഡ്രമാറ്റിസ്റ്റ് ആണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഇദ്ദേഹത്തിൻ്റെ വൺ ആക്ട് പ്ലേ ആയ നമ്മളിന്ന് വായിക്കാനും പഠിക്കാനും പോകുന്ന പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസിൻ്റെ പേരിലാണ്. His plays are well known for simplicity of language, dramatic settings and subtle presentation of stock characters. ഇദ്ദേഹത്തിൻ്റെ പ്ലേസ് അറിയപ്പെടുന്നത് അത് വളരെ ഫേമസ് ആണ്. കാരണം അതിലെ ലാംഗ്വേജ് വളരെ സിമ്പിളാണ്. നമ്മളിത് വായിക്കുമ്പോൾ മനസ്സിലാവും, വളരെ സിമ്പിൾ ലാംഗ്വേജ് പെട്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ ഡ്രമാറ്റിക് സെറ്റിങ്സ്, അതേപോലെ തന്നെ സറ്റിൽ പ്രസൻറ്റേഷൻ ഓഫ് സ്റ്റോക്ക് ക്യാരക്ടേഴ്സ്. സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് അതിൻ്റെ ഡിക്ഷണറി മീനിങ് ഇങ്ങനെയാണ്. ഒരു സ്റ്റോക്ക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എ ക്യാരക്ടർ ഇൻ എ ഡ്രാമ ഓർ ഫിക്ഷൻ ദാറ്റ് റെപ്രസെൻറ്റ്സ് എ ടൈപ്പ്. നാടകത്തിലും ഫിക്ഷനിലൊക്കെ ഉള്ളൊരു കഥാപാത്രം, ആ കഥാപാത്രം ഒരു ടൈപ്പ് ഓഫ് പീപ്പിളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മളൊരു ഫിക്ഷൻ വായിക്കുന്ന സമയത്ത്, അതിലൊരു ഡ്രാമ കാണുന്ന സമയത്ത് അതിലൊരു കഥാപാത്രത്തെ നമ്മൾ ആ നാടകം കാണുമ്പോൾ അതല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മൾ മീറ്റ് ചെയ്യുന്ന ആ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, ആ കഥാപാത്രത്തെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രം കാണും. അപ്പോൾ അതാണ് ഒരു ടൈപ്പ് ക്യാരക്ടർ. അത് നമ്മൾ വിളിക്കുന്നത് അത് തന്നെയാണ് സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് എന്നും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡ്രാമകളിൽ എന്താണ് സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. The action of the play takes place inside a small post office in an English village and centers around a parcel that is mistaken for a time bomb. അപ്പോൾ ഈ നാടകത്തിൻ്റെ ആക്ഷൻ സംഭവിക്കുന്നത് ഒരു സ്മോൾ പോസ്റ്റ് ഓഫീസിലാണ്. ഒരു ഇംഗ്ലീഷ് വില്ലേജിലെ, ഒരു ഇംഗ്ലീഷ് ഗ്രാമത്തിലെ ഒരു പോസ്റ്റ് ഓഫീസിൽ നടക്കുന്ന കുറച്ച് തമാശ ഉൾപ്പെട്ട ഒരു നാടകമാണ്. അപ്പോൾ ഇതിൽ നടക്കുന്ന ചെറിയ ചെറിയ നർമ്മമുഹൂർത്തങ്ങളാണ്. അതായത് ഒരു വിദേശി അവിടെ ഒരു പാഴ്സൽ കൊണ്ടുവരുന്നു, അതൊരു ടൈം ബോംബായിട്ട് അവിടെ ചുറ്റുള്ള ആൾക്കാർ കാണുകയും അതിലവർ പരിഭ്രാന്തരാവുകയും അതിന് ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്യുന്നു. അതൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു തമാശയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. അതായത് ഹ്യൂമർ ഇതിൽ കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഈ ലാസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്കറിയാം, ഇത് ഹ്യൂമറിന് പ്രാധാന്യമുള്ളതാണ്. ഇനി +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ കൂടുതൽ ലെസൺസ് പഠിക്കാൻ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്യാം. ഇനി +2 മാത്രമല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് +2 വരെയുള്ള ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സിലെ എല്ലാ ലെസൺസും ഈസി ഇംഗ്ലീഷിൽ ലഭ്യമാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഉടൻ തന്നെ ഷെയർ ചെയ്തോളൂ. ഇനി നമുക്ക് ലെസൺക്ക് വരാം. ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് വായിക്കുകയാണ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ലാഫ്റ്റർ ഈസ് നോട്ട് ഡിവോയിഡ് ഓഫ് എൻ എലമെൻറ്റ് ഓഫ് പെയിൻ. ഡിവോയിഡ് ഓഫ് മീൻസ് വിത്തൗട്ട്. എലമെൻറ്റ് ഓഫ് പെയിൻ, പെയിനിൻ്റെ ഒരു എലമെൻറ്റ്. അതായത് നമ്മളൊരു പൊട്ടിച്ചിരി, സന്തോഷം അല്ലെങ്കിൽ പൊട്ടിച്ചിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരല്പം വേദനയുണ്ടാവും എന്നുള്ളതാണ്. അതായത് ഒരാളെ വേദനിപ്പിച്ചിട്ടാണ് പലപ്പോഴും തമാശ പലയിടങ്ങളിലായിട്ട് ഉണ്ടാവാറുള്ളത്. എല്ലായ്പ്പോഴും അല്ലെങ്കിൽ പോലും പലപ്പോഴും അവിടെ ഉണ്ടാവാറുള്ളത്. ഈസ് ഹ്യൂമർ ഓൾവേസ് കംപ്ലീറ്റ്ലി ഇന്നസെൻറ്റ് ആൻഡ് ഹാംലെസ്. തമാശ എല്ലായ്പ്പോഴും ഇന്നസെൻ്റ് അല്ല, അതുപോലെ തന്നെ ഹാംലെസ് അല്ല. ഈസ് ഇറ്റ് at the cost of creating inconvenience to others, at least at times. മറ്റുള്ളവർക്ക് ഇൻകൺവീനിയൻസ്, അസൗകര്യം ഉണ്ടാക്കിക്കൊണ്ടാണ് പലപ്പോഴും തമാശ അല്ലെങ്കിൽ ലാഫ്റ്റർ ഉണ്ടാവേണ്ടത്. അങ്ങനെയാണോ വേണ്ടത്? റീഡ് ദ വൺ ആക്ട് പ്ലേ ആൻഡ് മേക്ക് ആൻ അസസ്മെൻറ്റ്. ഈ വൺ ആക്ട് പ്ലേ വായിച്ചിട്ട് നിങ്ങൾ തന്നെ അസസ് ചെയ്യൂ. അപ്പോൾ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസിന് നേരത്തെ പോസ്റ്റ് ചെയ്യുക. അതായത് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടാവും, സെൻഡ് ചെയ്യുന്നുണ്ടാവും ഗിഫ്റ്റ്, അതുപോലെ തന്നെ ഗ്രീറ്റിംഗ് കാർഡ്സ്, അതൊക്കെ നേരത്തെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെസ്സേജ്. ഇതിൻ്റെ ടൈറ്റിൽ അങ്ങനെ വരുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സ്, എ യങ് ലേഡി അസിസ്റ്റൻറ്റ്, ഒരു യങ് ലേഡി അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്, സെൻട്രൽ ക്യാരക്ടറാണ്. പിന്നെ മിസ്സസ് സ്മിത്ത് വരുന്നുണ്ട്. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ എന്ന് പറയുമ്പോൾ ഒരുപാടില്ല എങ്കിൽ പോലും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് എ യങ് ലേഡി അസിസ്റ്റൻ്റ് ആണ്. പിന്നെ മിസ്സസ് സ്മിത്ത് വരുന്നുണ്ട്, മിസ്സസ് ജോൺസ് വരുന്നുണ്ട്, എ ഡഫ് ഓൾഡ് ജെൻറ്റിൽമാൻ, ചെവി കേൾക്കാത്ത ഒരു വൃദ്ധനായിട്ടുള്ള ഒരു ജെൻറ്റിൽമാൻ, എ ഫാർമർ വരുന്നുണ്ട്, ഫസി ഓൾഡ് ലേഡി. ഫസി എന്ന് പറഞ്ഞാൽ നമുക്കവരെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല, അങ്ങനത്തെ ഒരാൾ. നോട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഹാർഡ് ടു സാറ്റിസ്ഫൈ, അല്ലെങ്കിൽ ഒരുപാട് ആങ്ഷ്യസ് ആയ അത്തരം ആൾക്കാരെ ഫസി എന്ന് വിളിക്കാം, ഓൾഡ് ലേഡി. പിന്നെ മിസ്സസ് ഹിഗിൻസ് വരുന്നുണ്ട്, ബേർട്ടി മിസ്സസ് ഹിഗിൻസിൻ്റെ മകനാണ്. പിന്നെ ഒരു ഫോറിൻ ടൂറിസ്റ്റ്, ഇയാളുടെ ഗിഫ്റ്റ് ബോക്സ് ആണ്
അതിനുള്ളിൽ എന്താ പറയുക ഒരു ക്ലോക്കാണ്, അത് ടൈം ബോംബായിട്ട് മറ്റുള്ളവർ കരുതുന്നു. അതുതന്നെ ഒരു പോലീസ്മാൻ ഉണ്ട്. നമുക്ക് നോക്കാം. സീൻ എവിടെയാണ്? എ പോസ്റ്റ് ഓഫീസ് വിത്ത് പോസ്റ്റേഴ്സ് റീഡിങ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസാണ് ഇവിടെ സിറ്റിംഗ്. അപ്പോൾ അവിടെയാണ് സീൻ നടക്കുന്നത്. അവിടെ ഒരു പോസ്റ്റർ ഉണ്ട്. പോസ്റ്റർ കൊടുത്തത് എന്താ? പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്, ക്രിസ്മസിന് നേരത്തെ പോസ്റ്റ് ചെയ്യുക. നോക്കാം. അസിസ്റ്റൻറ്റ്, ലേഡി അസിസ്റ്റൻ്റ് ആണ്. അസിസ്റ്റൻറ്റ് പറയാ, മൈ വാട്ട് എ ബിസി ഡേ ഇറ്റ് വാസ് ഫോർ മീ യെസ്റ്റർഡേ. അപ്പോൾ ഇതൊരു ഡ്രാമ കാണുന്ന ഫീലിംഗ് ആണ് നമുക്ക് വേണ്ടത്. വായിക്കുകയാണെങ്കിലും നമ്മൾ ഡ്രാമ കാണുന്നത്. അപ്പോൾ ഈ അസിസ്റ്റൻ്റ് ഇങ്ങനെ ഓഡിയൻസിനോട് പറയാമെന്ന് സങ്കല്പിക്കുക. മൈ വാട്ട് എ ബിസി ഡേ ഇറ്റ് വാസ് ഫോർ മീ യെസ്റ്റർഡേ. ഇന്നലെ എന്തൊരു ബിസി ദിവസമായിരുന്നു. ഐ ഡിഡ്ന്റ് ഹാവ് എ മിനിറ്റ്സ് റെസ്റ്റ് ഓൾ ഡേ. ഒരു മിനിറ്റിൻ്റെ റെസ്റ്റ് പോലും ഇന്നലെ എനിക്ക് തീരെ കിട്ടിയില്ല. വാട്ട് വിത്ത് ക്രിസ്മസ് നിയർലി ഹിയർ ആൻഡ് പീപ്പിൾ സെൻഡിങ് പാർസൽസ് ആൻഡ് കാർഡ്സ്. ക്രിസ്മസ് ഇങ്ങെത്താനായി, ഇപ്പോഴും ജനങ്ങൾ അവരുടെ പാർസൽസ് അയച്ചു കഴിഞ്ഞിട്ടില്ല, കാർഡ് അയച്ചു കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവരിങ്ങനെ തിരക്കൂട്ടാണ്. അവസാന നിമിഷത്തേക്ക് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ബിസിയാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് വാട്ട് ഫണ്ണി പീപ്പിൾ ദെർ ആർ ഇൻ ദിസ് വേൾഡ് ടു ബി ഷുവർ. വളരെ ഫണ്ണിയായ, ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ ഡീൽ ചെയ്യാൻ. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ ലോകത്ത് തീർച്ചയായിട്ടും. ഓൺലി ദി അതർ ഡേ എ മാൻ കെയിം ഇൻ ടു മൈ പോസ്റ്റ് ഓഫീസ് ആൻഡ് സെഡ്, പ്ലീസ് കുഡ് യു ടെൽ മീ വേ ഐ കുഡ് ഗെറ്റ് എ സ്റ്റാമ്പ്. അപ്പം ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ ആയിട്ട് ചോദിക്കുകയാണ്, എവിടുന്നാണ് എനിക്കൊരു സ്റ്റാമ്പ് കിട്ടുക. അപ്പോൾ ഇതൊരു പോസ്റ്റ് ഓഫീസാണെന്ന് ആ വ്യക്തിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ അത് വായിച്ചിട്ടില്ല, ബോർഡൊന്നും നോക്കാതെ വെറുതെ കയറി വന്നിട്ട് പിന്നെ എനിക്കൊരു സ്റ്റാമ്പ് എവിടുന്നാണ് കിട്ടുക എന്നാണ് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചത്. ഓഫ് കോഴ്സ് അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഹി വാസ് പ്ലേയിങ് എ ജോക്ക് ഓൺ മീ. എന്നെ കളിയാക്കിയാണ്, അല്ലെങ്കിൽ ഒരു ട്രിക്ക് നോക്കിയാണ്, അല്ലെങ്കിൽ എന്നെ ഒന്ന് തമാശയാക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. Then there was the old man who couldn't see very well. He put his glass on the counter and said, a pint of beer, please miss. അങ്ങനെ മറ്റൊരു ദിവസം ഒരു വൃദ്ധനായ ഒരാൾ വന്നു. അയാൾക്ക് മറ്റൊരു വായിക്കാനൊന്നും കഴിയില്ല. അയാളുടെ ഗ്ലാസ് കൗണ്ടറിൽ വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത്, ഒരു പൈൻറ്റ് ബിയർ, ഒരു പൈൻറ്റ് ബിയർ വേണം. അത് ബാറെന്ന് കരുതിയിട്ട് പോസ്റ്റ് ഓഫീസ് വന്നിട്ട് എന്നോട് പറഞ്ഞു. സോ ഐ ഗേവ് ഹിം എ ഡസൻ പെന്നി സ്റ്റാമ്പ്സ് ഇൻസ്റ്റഡ്. അപ്പോൾ ഞാനത് ചെയ്തു, ഒരു ഡസൻ പെന്നി വിലയുള്ള സ്റ്റാമ്പ്സ്, 1 penny വിലയുള്ള ഒരു ഡസൻ സ്റ്റാമ്പ്സ് അങ്ങോട്ട് പകരം ഞാൻ കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഷീ ഓപ്പൺസ് എ ബുക്ക് ഓഫ് സ്റ്റാമ്പ്സ്. ഇത്ര പറഞ്ഞുകൊണ്ട് അസിസ്റ്റൻ്റ് ഒരു പുസ്തകം തുറക്കുന്നു. അതിനകത്തൊക്കെ സ്റ്റാമ്പ്സ് വെച്ചിട്ടുണ്ട്. ഹിയർ ഈസ് മൈ ഫസ്റ്റ് കസ്റ്റമർ. അങ്ങനെ ഇവരുടെ അടുത്തേക്ക് ആദ്യത്തെ കസ്റ്റമർ വരുന്നു. ഇനി ഇവിടെ പൈൻ്റ് എന്ന് പറഞ്ഞ ഒരു അളവാണ് കേട്ടോ. അപ്പോൾ 473 മില്ലിയാണ് 1 പൈൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അത് എക്സാമിന് ആവശ്യമൊന്നുമില്ല, പറഞ്ഞത് മാത്രം. അപ്പോൾ ഫസ്റ്റ് കസ്റ്റമർ വരികയാണ് മിസ്സിസ് സ്മിത്ത്, സ്മിത്തിൻ്റെ വൈഫാട്ടോ, മിസ്സിസ് സ്മിത്ത്. ഗുഡ് മോർണിംഗ് മിസ്. കോൾഡ് സിൻഡ് ഇറ്റ്. മിസ്സിസ് സ്മിത്ത് പറയാം, നല്ല തണുപ്പുണ്ട് അല്ലേ, നല്ല തണുപ്പുണ്ട് അല്ലേ അസിസ്റ്റൻറ്റ്. യെസ് ഇറ്റ് സെർട്ടൻലി ഈസ്. തീർച്ചയായിട്ടും നല്ല തണുപ്പുണ്ട്. ഇറ്റ് ലുക്സ് ആസ് ദോ വി ഷാൽ ബി ഹാവിങ് സ്നോ ഫോർ ക്രിസ്മസ്. ഈ ക്രിസ്മസിന് നല്ല മഞ്ഞുണ്ടാവുന്നതാണ് ഇപ്പോൾ ഇത്തെ ചേലും കൊല്ലം കണ്ടിട്ട് തോന്നുന്നത് എന്ന് പറയാം. അതിൽ മിസ്സിസ് സ്മിത്ത്, ഐ ഹോപ്പ് വി ഡോണ്ട്. വേണ്ട, സ്നോ ഈസ് സോ ബാഡ് ഫോർ മൈ റുമാറ്റിസം. എൻ്റെ റുമാറ്റിസം എന്ന് പറഞ്ഞാൽ പിന്നെ വാദമാണ്. വാദമാകുമ്പം നല്ല വേദന ഉണ്ടാവും അവർക്ക്, അവരുടെ ജോയിൻസിലൊക്കെ നല്ല വേദന ഉണ്ടാവും. അപ്പം കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ ആയിരിക്കാം. മിസ്സിസ് സ്മിത്ത് പറയുന്നു, എനിക്ക് റുമാറ്റിസത്തിന് വളരെ മോശമാണ് മഞ്ഞ്. ലാസ്റ്റ് ക്രിസ്മസ് ഐ ഹാഡ് ഇറ്റ് സോ ബാഡ്ലി. എനിക്ക് വളരെ മോശമായ അവസ്ഥയിൽ ഇതുണ്ടായിരുന്നു, വാദം. ദാറ്റ് ഐ കുഡിൻറ്റ് എൻജോയ് മൈസെൽഫ് അറ്റ് ഓൾ. എനിക്ക് ലാസ്റ്റ് ക്രിസ്മസ് എൻജോയ് ചെയ്യാനേ കഴിഞ്ഞില്ല. അപ്പോൾ അസിസ്റ്റൻറ്റ്, ലെറ്റ്സ് ഹോപ്പ് ഇറ്റ് ഡസൻറ്റ് സ്നോ ദെൻ. അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം മഞ്ഞുണ്ടാവില്ല എന്ന് കരുതാം എന്ന് ലേഡി അസിസ്റ്റൻറ്റ് പറയുന്നു. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു മിസ്സിസ് സ്മിത്ത്? എന്താണ് പിന്നെ മിസ്സിസ് സ്മിത്ത്, എനിക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്, ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മിസ് സ്മിത്ത് പറയാം, എ ബുക്ക് ഓഫ് സ്റ്റാമ്പ്സ് പ്ലീസ് ആൻഡ് എ പോസ്റ്റൽ ഓർഡർ ഫോർ ½ a crown. എന്താ പറഞ്ഞത്? എ ബുക്ക് ഓഫ് സ്റ്റാമ്പ്സ് എനിക്ക് വേണം. ഇനിയോ ഒരു പോസ്റ്റൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എൻ ഓർഡർ ഫോർ പേയ്മെൻറ്റ് ഓഫ് എ സ്പെസിഫൈഡ് സം ടു എ നെയിംഡ് പേയി ഇഷ്യൂഡ് ബൈ ദ പോസ്റ്റ് ഓഫീസ് വഴി പണം അയക്കുകയാണ്, അതാണ് പോസ്റ്റൽ ഓർഡർ. അതും വേണം. ഫോർ എ ½ a crown എന്ന് പറഞ്ഞാൽ പഴയ ഒരു ബ്രിട്ടീഷ് കോയിനാണ്, ഫോർമർ ബ്രിട്ടീഷ് കോയിൻ ആൻഡ് മോണിറ്ററി യൂണിറ്റ്. അതിൻ്റെ വില എന്ന് പറയുന്നത്, മൂല്യം എന്ന് പറയുന്നത് 2 shillings 6 pence ആണ് കേട്ടോ. 2 shilling ഇന്ന് ഉപയോഗിക്കുന്നില്ല UK. അപ്പോൾ 2 shilling, അതായത് 1 shilling എന്ന് പറയുമ്പം ഒരു പൗണ്ടർ കളർ ചെറുതാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ഒരു ക്രൗണിൻ്റെ മൂല്യമാണ് 2 shillings 6 pence. പെന്നിയുടെ പ്ലൂരലാണ് പെൻസ്. 1 pound 100 penny ഉണ്ടാകും. ഓക്കെ,
അപ്പം ക്രൗണിൻ്റെ മൂല്യം 2 ഷില്ലിങ്സും 6 പെൻസും. എക്സാമിന് ആവശ്യമില്ല, കേട്ടാൽ മതി കേട്ടോ. ഇനി അസിസ്റ്റൻറ്റ്, നോ പാർസൽ ഫോർ മീ ടു വെയ്, പാർസൽ ഒന്നുമില്ലേ, അയക്കാനില്ലേ എന്ന് അസിസ്റ്റൻറ്റ് ചോദിക്കുക. അല്ലെങ്കിൽ മിസ്സസ് സ്മിത്ത്, ഗുഡ് ഗ്രേഷ്യസ്, ഓ നോ ഐ ഹവ് സെൻഡ് ഓൾ മൈ പ്രസൻസ് ആൻഡ് കാർഡ്സ്, എൻ്റെ കാർഡ്സും ക്രിസ്മസ് പ്രസൻസ് എല്ലാം ഞാൻ ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഐ ബിലീവ് ഇൻ പോസ്റ്റിംഗ് ഏർലി ഫോർ ക്രിസ്മസ്, ക്രിസ്മസിന് നേരത്തെ സെൻഡ് ചെയ്യാനാണ്, പാർസലൊക്കെ സെൻഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അതിൽ അസിസ്റ്റൻറ്റ്, ഐ വിഷ് മോർ പീപ്പിൾ വുഡ് ഡു ദാറ്റ്, ഓ കൂടുതൽ ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്തിരുന്നെങ്കിൽ, എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ച് പോവുക. ഇറ്റ്സ് നോ വണ്ടർ പാർസൽസ് ആർ ഡാമേജ്ഡ് ഇൻ ദ ലാസ്റ്റ് മിനിറ്റ് റഷ്, അവസാന ഘട്ടത്തിൽ ആൾക്കാർ പാർസൽ ഇതൊക്കെ കൊണ്ടുവരും പ്രസൻറ്റ് അയക്കാൻ. അപ്പോൾ ആ ഒരു റഷിൽ പെട്ട് പലപ്പോഴും അത് ഡാമേജ് ആവാറുണ്ട്. ദർ യു ആർ മിസ്സസ് സ്മിത്ത്, യുവർ സ്റ്റാമ്പ്സ് ആൻഡ് യുവർ പോസ്റ്റൽ ഓർഡർ. അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് അസിസ്റ്റൻറ്റ് മിസ്സസ് സ്മിത്തിന് വേണ്ട സ്റ്റാമ്പ്സും പോസ്റ്റൽ ഓർഡറും കൊടുക്കുന്നു. മിസ്സസ് ജോൺസ് എൻഡേഴ്സ്. ആ സമയത്ത് രണ്ടാമത്തെ കസ്റ്റമർ വരികയാണ്, മിസ്സസ് ജോൺസ് ആണ് പേര് കേട്ടോ. മിസ് ജോൺസ് വരുന്നു. മിസ്സസ് ജോൺസ് പറയുന്നു, മിസ്സസ് സ്മിത്ത് പറയാം കേട്ടോ. മിസ്സസ് ജോൺസ് എൻ്റർ ചെയ്യുന്നു. ഇനി മിസ്സസ് സ്മിത്ത് പറയാണ്, താങ്ക് യു മിസ്. അപ്പോൾ ആ സമയത്ത് മിസ്സസ് ജോൺസ് എൻ്റർ ചെയ്തല്ലോ. അപ്പോൾ മിസ്സസ് ജോൺസ് പുതിയതായിട്ട് വരുന്നു. മിസ്സസ് സ്മിത്ത് ഓൾറെഡി അവിടെയുള്ള സ്ത്രീയാണ്. സോ മിസ്സസ് സ്മിത്ത് മിസ്സസ് ജോൺസിനോട് സംസാരിക്കാം. ഹലോ മിസ്സസ് ജോൺസ്, ഹൗ ആർ യു? ഐ ഹാവിൻ സീൻ യു ഫോർ എ ലോങ് ടൈം. ആർ യു കീപ്പിംഗ് വെൽ? കുറേ കാലം കണ്ടിട്ട് എല്ലാം ഓക്കെ അല്ലേ? മിസ്സസ് ജോൺസ് മൂവ്സ് ടു ദ കൗണ്ടർ and a deaf old gentleman enters and stands at the back peering at a huge shopping list. ഈ സമയത്ത് മിസ്സസ് ജോൺസ് കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നു. ആ സമയത്ത് ഒരു ഡെഫായ, ചെവി മര്യാദയ്ക്ക് കേൾക്കാത്ത വൃദ്ധനായ ഒരു ജെന്റിൽമാൻ പ്രവേശിക്കുന്നു. ആൻഡ് സ്റ്റാൻഡ്സ് അറ്റ് ദ ബാക്ക്, ഇവരുടെ പിന്നിലായിട്ട് നിൽക്കുന്നു. പിയറിംഗ് മീൻസ് ലുക്കിംഗ് അറ്റ് എ ഹ്യൂജ് ഷോപ്പിംഗ് ലിസ്റ്റ്. അപ്പോൾ ഇയാൾ കുറേ സാധനം വാങ്ങിക്കാനുണ്ട്, നീണ്ട ലിസ്റ്റ്. ആ ലിസ്റ്റിലേക്ക് ചെവി കേൾക്കാത്ത അല്ലെങ്കിൽ വളരെ പതുക്കെ ചെവി കേൾക്കുന്ന കേൾവിശക്തി കുറവായ ആ വൃദ്ധനായ വ്യക്തി വരുന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ 3 കസ്റ്റമേഴ്സാണ് വന്നത്. ആദ്യം വന്നത് മിസ്സസ് സ്മിത്ത്. അപ്പോൾ പോസ്റ്റൽ ഓർഡറും സ്റ്റാമ്പും അവർ വാങ്ങിക്കഴിഞ്ഞു. പിന്നെ വന്നത് മിസ്സസ് സ്മിത്ത് ആണ്. പിന്നെ വരുന്നത് ഈ വൃദ്ധനായ ആളാണ്. മിസ്സസ് ജോൺസ്. മിസ് ജോൺസ് പറയാം, ഐ എം വെരി വെൽ. രണ്ടാമത്തെ കസ്റ്റമറാണ് മിസ്സസ് ജോൺസ്. ഈ ലേഡി പറയാണ്, ഐ എം വെരി വെൽ, താങ്ക് യു. ഹാവ് യു ഫിനിഷ്ഡ് യുവർ ക്രിസ്മസ് ഷോപ്പിംഗ് യെറ്റ്? ഐ എം സ്റ്റിൽ ഇൻ ദ മിഡിൽ ഓഫ് മൈൻ. ഓ, മിസ്സസ് ജോൺസ് മിസ്സസ് സ്മിത്തിനോട് പറയാണ്, ആ പിന്നെ ക്രിസ്മസ് ഷോപ്പിങ്ങിൻ്റെ ചെയ്ത് കഴിഞ്ഞോ? ഞാനിപ്പോഴും മിഡിലായിട്ടുള്ളൂ, എനിക്ക് ഇനിയും ഷോപ്പിംഗ് കുറേ ഉണ്ട് എന്ന് പറയാം. അതിൽ മിസ്സസ് സ്മിത്ത്, ഐ പോസ്റ്റഡ് മൈ കാർഡ്സ് ആൻഡ് പ്രസൻസ്, ഞാനതെല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, കാർഡ് പ്രസൻറ്റൊക്കെ. അതിൽ മിസ്സസ് ജോൺസ് ഹാൻഡ് സം ലാർജ് പാർസൽസ് ടു ദ അസിസ്റ്റൻറ്റ് ഹു വെയ്സ് ദം. അപ്പോൾ മിസ്സസ് ജോൺസ് എന്ത് ചെയ്തു? കുറച്ച് പാർസൽ അയക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മിസ്സസ് ജോൺസ് പിന്നെ അസിസ്റ്റൻറ്റിന് കൊടുത്തു തൂക്കം നോക്കാൻ. വെയ്സ് ദം, തൂക്കം നോക്കി അതനുസരിച്ചാണ് അതിന് ചാർജ് ഈടാക്കുന്നത് കേട്ടോ. അത് നോക്കുകയാണ്. എന്നിട്ട് മിസ്സസ് ജോൺസ് പറയാം, യു ആർ ലക്കി, ഐ ഡോണ്ട് വാണ്ട് ദീസ് പ്രസൻസ് ഡാമേജ്ഡ് മിസ്, സോ പ്ലീസ് സീ ദാറ്റ് ദേ ആർ ഹാൻഡിൽഡ് വെരി കെയർഫുള്ളി. മിസ്സസ് ജോൺസ് പറയാണ്, മിസ്സസ് ജോൺസ് മിസ്സസ് സ്മിത്തിനോട് പറയാണ്, നീ ലക്കിയാണ്, കാരണം നീ ഓൾറെഡി അയച്ചു കഴിഞ്ഞല്ലോ, ഞാനൊക്കെ എപ്പോഴും ചെയ്യാനേ പോകുന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ പ്രസൻസ് ഒന്നും ഡാമേജ് ആവാൻ, പൊട്ടാനോ അതിന് പ്രശ്നം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അസിസ്റ്റൻറ്റ് പറയാം, ഇതൊക്കെ ശ്രദ്ധിക്കണേ, പിന്നെ ഹാൻഡിൽ കെയർഫുള്ളി എന്ന് പറയാം. അതിൽ അസിസ്റ്റൻറ്റ് പറയാം, വിൽ ഡു അവർ ബെസ്റ്റ് മാഡം, ഓൾദോ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് ദേ ഹാഡ് ബീൻ പോസ്റ്റഡ് ലാസ്റ്റ് വീക്ക്. മിസ്സസ് ജോൺസിനോട് അസിസ്റ്റൻറ്റ് പറയുന്നു, ഓക്കെ, ഞങ്ങൾ പരമാവധി ശ്രമിക്കാം പാർസലൊന്നും കേടുവരാതിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ പോലും കഴിഞ്ഞ വീക്കിന് തന്നെ ഇതെല്ലാം അയച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നാവുമായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ട് നല്ല സ്മൂത്തായിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു എന്ന് അസിസ്റ്റൻറ്റ് പറയും. അത് മിസ്സസ് ജോൺസിന് ഇഷ്ടപ്പെടുന്നില്ല. കുറച്ച് റൂഡായ സ്ത്രീയാണ് മിസ്സസ് ജോൺസ്. അവർ പറയാം, വെൻ ഐ പോസ് മൈ ക്രിസ്മസ് പ്രസൻസ് ഈസ് മൈ ഓൺ അഫെയർ. അതെൻ്റെ കാര്യമാണ്, അതെനിക്ക് സൗകര്യമുള്ള സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്യും എന്ന് കുറച്ച് റൂഡായിട്ട് മിസ്സസ് ജോൺസ് അസിസ്റ്റൻറ്റ് പറയാം. ഇവിടെ നമ്മുടെ ഇപ്പോൾ ഈ വായിക്കുന്ന ഈ ഒരു പിന്നെ എന്താ പറയുക, ഈ ഒരു വൺ ആക്ട് പ്ലേയിൽ ഏറ്റവും എന്താ പറയുക ലോജിക്കായി ചിന്തിക്കുന്ന ആൾ, വളരെ സെൻസിബിളായിട്ടുള്ള ആൾ ഇവരാണ്, അസിസ്റ്റൻ്റാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് പൊളൈറ്റായിട്ട് സംസാരിക്കുക, തട്ടിക്കയറുന്നില്ല. മിസ്സസ് ജോൺസ് ഇങ്ങോട്ട് റൂഡായി സംസാരിക്കുമ്പം അസിസ്റ്റൻ്റ് അങ്ങോട്ട് വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കുന്നത്, പൊളൈറ്റായിട്ട് വളരെ മാന്യമായി പറയുന്നു, യെസ് മാഡം, ദാറ്റ് വിൽ ബി 10 and 6 pence ഓൾ ടുഗദർ. ഓക്കെ, അപ്പോൾ തൂക്കിയിട്ട് 10 and 6 pence എന്ന് പറയുന്നുണ്ട്. മേ ബി 10 ഷില്ലിങ്ങും അതേപോലെ തന്നെ 6 പെൻസും എത്രയാണ് തുക വരുന്നത്.
മിസ്സിസ് ജോൺസ് ഹാൻഡ്സ് ഹെർ ദ മണി. പണം കൊടുക്കുന്നു. താങ്ക് യു മാഡം, താങ്ക് യു പറയുന്നു. മിസ്സിസ് ജോൺസ് ജോയിൻസ് മിസ്സിസ് സ്മിത്ത് അവേ ഫ്രം ദ കൗണ്ടർ. അങ്ങനെ കൗണ്ടറിൽ നിന്ന് അവർ മാറി, കാരണം അടുത്ത ആൾക്ക് വരണമല്ലോ. അപ്പോൾ തൊട്ട് ബാക്കിൽ ആ വൃദ്ധനായ ചെവി കേൾക്കാത്ത ആളുണ്ട്, അങ്ങനെ അവർ ഇങ്ങോട്ട് വരിക, കൗണ്ടറിൽ അങ്ങോട്ട് വരുന്നു. ദ ഡെഫ് ഓൾഡ് ജെന്റിൽമാൻ കംസ് ടു ദ അസിസ്റ്റന്റ്. അസിസ്റ്റന്റ് അടുത്തേക്ക് പോകുന്നു. അപ്പോൾ മിസ്സിസ് ജോൺസും മിസ്സിസ് സ്മിത്തും തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ. അവർ പോയിട്ടില്ല, പോസ്റ്റ് ഓഫീസ് വിട്ടു പോയിട്ടില്ല, അവിടെ തന്നെ തൊട്ടപ്പുറത്തുണ്ട്. ഇനി മര്യാദക്ക് ചെവി കേൾക്കാത്ത ഈ ആൾ അസിസ്റ്റന്റിനോട് പറയാം, ക്യാൻ ഐ സെർവ് യു. ഇവിടെ അടുത്തേക്ക് വരികയാണ്. ആ സമയത്ത് അസിസ്റ്റന്റ് ആണ് ആദ്യം സംസാരിച്ച് തുടങ്ങുന്നത്. അസിസ്റ്റന്റ് ജെന്റിൽമാനോട് പറയാം, ക്യാൻ ഐ സെർവ് യു സർ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അല്ല, ജെന്റിൽമാൻ പറയാം, നോ താങ്ക് യു, ഐ ഓൺലി കം ഫോർ മീ ഓൾഡ് മൈ ഓൾഡ് ഏജ് പെൻഷനാണ്. അത് മീ എന്നൊക്കെയാണ് പറയുന്നത്. മീ ഓൾഡ് ഏജ് പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ ഉണ്ടല്ലോ, അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പം ജെന്റിൽമാൻ, ഈ ഓൾഡ് ജെന്റിൽമാൻ വേറെ എന്തുവാണ് കേൾക്കുന്നത്, അയ്യോ വേണ്ട എന്ന് പറയാം. എന്നിട്ട് പറയാണ് ആവശ്യമാണ് പറയുന്നത്. അപ്പോൾ അയാൾക്ക് ചെവി കേൾക്കുന്നില്ല, അത് മനസ്സിലാക്കാം. അല്ല അസിസ്റ്റന്റ്, ഐ സി, ഹാവ് യു യുവർ ബുക്ക്, നിങ്ങളുടെ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടോ? അല്ല ജെന്റിൽമാൻ കേട്ടില്ല. പാർഡൻ, എന്ത്? അസിസ്റ്റന്റ്, ഐ സെഡ് ഡിഡ് യു ബ്രിങ് യുവർ ബുക്ക്, നിങ്ങളുടെ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അതിൽ ജെന്റിൽമാൻ അത് കേട്ടില്ല. ഓഫ് കോഴ്സ് ഐ ഡിഡിൻ ബ്രിങ് മീ കുക്ക്, ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ കുക്കിനെ കൊടുത്തിട്ടില്ല. അപ്പോൾ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അസിസ്റ്റന്റ് ചോദിക്കുമ്പോൾ ജെന്റിൽമാൻ പറയാണ് കുക്കിനെ കൊണ്ടുവന്നിട്ടില്ല. അയാൾ കേൾവിക്ക് തകരാറുണ്ട്. മീ വൈഫ്, മൈ വൈഫിന് പകരം മീ എന്നാ പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടില്ലേ ഇതുപോലെ. മീ വൈഫ് ഡസ് ഓൾ മൈ കുക്കിംഗ്, എനിക്ക് കുക്കൊന്നുമില്ല, എൻ്റെ വൈഫാണ് എല്ലാം കുക്ക് ചെയ്യുന്നത്. അല്ല അസിസ്റ്റന്റ്, വിത്ത് ഗ്രേറ്റ് പേഷ്യൻസ്, ശരിക്കും നല്ല തിരക്ക് പിടിച്ച സമയമാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമർ കേൾക്കുന്നു കൂടെ ഇല്ലെങ്കിൽ അസിസ്റ്റന്റ് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷേ അസിസ്റ്റന്റ് എന്നാൽ നല്ല പേഷ്യൻസ്, നല്ല ക്ഷമയുള്ള ആളാണ്. സോ വിത്ത് ഗ്രേറ്റ് പേഷ്യൻസ് ആ ലേഡി പറയുന്നു, ഐ ആം അഫ്രേഡ് യു ഡിൻ ഹിയർ വാട്ട് ഐ സെഡ്. ഓ, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറയാം. അതിൽ ജെന്റിൽമാൻ, ബെറ്റ് ഹൂ ഓട്ട് ടു ബി ഇൻ ബെഡ്. അപ്പോൾ സെഡ്, ഐ സെഡ് എന്ന് പറഞ്ഞത് ബെഡ് എന്നാണ് കേട്ടത് ജെന്റിൽമാൻ, കണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു പറയുമ്പോൾ ജെന്റിൽമാൻ പറയാണ്, ബെഡ് ഹൂ ഓട്ട് ടു ബി ഇൻ ബെഡ്, ആരാണ് ബെഡിൽ ഇപ്പോൾ ഇരിക്കേണ്ടത്, ബെഡിൽ കിടക്കേണ്ടത്? ഐ എം നോട്ട് ആസ് യങ് ആസ് ഐ വാസ് ബട്ട് ഐ എം സ്റ്റിൽ ഹെൽത്തി. ഞാൻ പഴയ പോലെ അത്ര യങ് അല്ലെങ്കിലും ഞാൻ ഇപ്പോഴും ഹെൽത്തിയാണ്. ഡോണ്ട് യു ബി സോ ഇംപ്യൂഡൻറ്റ് യങ് ലേഡി, ഇത്രയും ഇംപ്യൂഡൻ്റ് ആവല്ല കേട്ടോ. ഇംപ്യൂഡൻ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഷോയിങ് റെസ്പെക്റ്റ്, ഇത്ര റെസ്പെക്റ്റ് കാണിക്കാത്ത ആളാവല്ലേ, ധിക്കാരി ആവല്ലേ. അതായത് ബുക്ക് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കുക്ക് എന്നാണ് ഇയാൾ കേൾക്കുന്നത് ആദ്യം. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടില്ല എന്ന് പറയുമ്പോൾ ബെഡ്, ഹേർഡിന് പകരം ബെഡ്. നിങ്ങളിപ്പോൾ ശരിക്കും അവിടെ ബെഡ് പോയി കിടക്കണം, നിങ്ങൾ തീരെ ആരോഗ്യമില്ല, ഇവിടെ ഇതൊക്കെ വാങ്ങാൻ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നതെന്നാണ് ഇയാൾ കയറുന്നത്. ഏത്? ഈ ജെന്റിൽമാൻ കയറുന്നത്. അപ്പോൾ അയാൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പഴയ പോലെ ചെറുപ്പമല്ല എങ്കിൽ പോലും എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഇത്ര ഇമ്പോർട്ടൻ്റായി സംസാരിക്കില്ല, ഇംപ്യൂഡൻ്റ് ആവല്ലേ എന്ന് ഇവരോട് പറയാം. ശരിക്കും നീ ഒരു സാധാരണക്കാരിയായ സ്ത്രീയാണെങ്കിൽ അസിസ്റ്റന്റ് പൊട്ടിത്തെറിക്കും. പക്ഷേ അസിസ്റ്റന്റ് പറയാം, ഐ എം അഫ്രേഡ് യു ഡിഡിൻ ഹിയർ വാട്ട് ഐ സെഡ്. ക്ലിയറായി പറയും, അയ്യോ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്ന് പറയാം. ജെന്റിൽമാൻ, ടെഡ് ഹൂ സേസ് ഐ എം കോൾഡ് ടെഡ്, ആരാ പറഞ്ഞത് ഞാൻ ടെഡ് ആണെന്ന്? ആർ യു ട്രൈയിങ് ടു ടെൽ മീ മൈ ഓൺ നെയിം യങ് വുമൻ? മീ നെയിം സാം ആൻഡ് ഓൾ ഐ ഹവ് കം ഫോർ ഈസ് മൈ പെൻഷൻ. എൻ്റെ ഓൾഡ് ഏജ് പെൻഷൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഞാൻ. സാമാണ് എൻ്റെ പേര്, അല്ലാതെ ടെഡ് എന്നല്ല. സെഡ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഇയാൾ പിന്നെ ടെഡ് എന്നൊക്കെ കേൾക്കുന്നത്. ടെഡ് അല്ല, എൻ്റെ പേര് വെച്ച് കളിക്കണോ? എൻ്റെ പേര് സാമാണ്. ഓക്കെ, ഞാൻ പെൻഷൻ വാങ്ങാൻ വന്ന. അല്ലെ അസിസ്റ്റന്റ്, ഐ നോ, ബട്ട് ഹാവ് യു ബ്രോട്ട് യുവർ ബുക്ക് വിത്ത് യു? നിങ്ങളുടെ ബുക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊക്കെ രേഖപ്പെടുത്തുന്ന പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ല ജെന്റിൽമാൻ, നൗ ലുക്ക് ഹിയർ യങ് വുമൺ, ഡോണ്ട് യു സ്റ്റാർട്ട് ദിസ് കുക്ക് ബിസിനസ് അഗെയിൻ. വീണ്ടും എന്താ നിങ്ങൾ കുക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല അസിസ്റ്റന്റ് ലൗഡ്ലി, ഉറക്കെ, നോട്ട് കുക്ക് ബട്ട് ബുക്ക്. ഉറക്കെ പറയാം, കുക്കല്ല ബുക്ക്. അൽ ജെന്റിൽമാൻ, ഓ യു വാണ്ട് മീ ബുക്ക്, വൈ ഡിഡ്ന്റ് യു സേ സോ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? ആദ്യം അത് പറഞ്ഞൂടെ? പുസ്തകമാണ് ചോദിച്ചത്, ബുക്ക് ആദ്യം പറഞ്ഞൂടായിരുന്നോ? ഇൻസ്റ്റെഡ് ഓഫ് ടോക്കിംഗ് അബൌട്ട് ഓൾ ദിസ് കുക്ക് നോൺസെൻസ്. പിന്നെ എന്താ എത്ര നേരം കുക്ക് എന്നൊക്കെ പറഞ്ഞത്? ഹി ഫംബിൾസ് ഇൻ ഹിസ് പോക്കറ്റ്സ്. ഫംബിൾസ് എന്ന് പറഞ്ഞാൽ തപ്പുക, ഗ്രോപ്പ് ചെയ്യുക, പോക്കറ്റിൽ ഇങ്ങനെ തപ്പുന്നു. അതിൽ അസിസ്റ്റന്റ്, താങ്ക് യു സർ. അപ്പോൾ ഒരുപാട് ക്ഷമയുള്ള സ്ത്രീയാണ് അസിസ്റ്റന്റ് നമുക്ക് കാണാം. ഇനി ഹി ടേൺസ് ടു മിസ്സിസ് സ്മിത്ത് ആൻഡ് മിസ്സിസ് ജോൺസ്. അങ്ങനെ ഈ വൃദ്ധനായ ആള് മിസ്സിസ് ജോൺസും സ്മിത്തും മിസ്സിസ് സ്മിത്തും അപ്പുറത്തുണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് തിരിയുന്നു. ജെന്റിൽമാൻ, എ ബിറ്റ് നിപ്പി ലേഡീസ്. നിപ്പി എന്ന് പറഞ്ഞാൽ എജൈൽ, പെട്ടെന്ന് പിന്നെ മൂവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. മിസ്സിസ് സ്മിത്ത് സ്മൈലിംഗ് കൈൻഡ്ലി, യെസ് ഇസ്ൻ്റ് ഇറ്റ്? അല്ലേ അസിസ്റ്റന്റ്, ദർ യു ആർ സർ,
അങ്ങനെ ആ പെൻഷൻ കാര്യങ്ങളൊക്കെ ശരിയാ എന്താ അതിൻ്റെ എമൗണ്ട് കൊടുക്കുന്നു, അസിസ്റ്റൻ്റ് കൊടുക്കുന്നു. ജെന്റിൽമാൻ താങ്ക് യു മിസ്, ഹി മംബിൾസ് ദ കോംപ്ലിമെൻറ്റ്സ് ഓഫ് ദ സീസൺ ടു എ. ഓക്കെ, ദ കോംപ്ലിമെൻറ്റ്സ് ഓഫ് ദ സീസൺ ടു എ. ഒരു പക്ഷേ അതൊരു ഇഡിയമായിരിക്കാം. ഓക്കെ, അതിന് നന്ദി പറഞ്ഞ ആയിരിക്കാം എന്ന് തോന്നുന്നു. ആ ഒരു ഇൻഫോർമലായിട്ടുള്ള പ്രയോഗമാണ്. എന്താണ് ക്ലിയർ, പിന്നെ അത് വ്യക്തമായിട്ടത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. സോ ദ കോംപ്ലിമെൻറ്റ്സ് ഓഫ് ദ സീസൺ ടി എ എന്ന് പറഞ്ഞത് ഒരു പക്ഷേ അത് നന്ദി പറയായിരിക്കും. ഓക്കെ, അപ്പോൾ ജെന്റിൽമാൻ എന്താണ്, ഒരു പക്ഷേ നന്ദി പറഞ്ഞതായിരിക്കാം. മേ ബി അസിസ്റ്റൻറ്റിനോട് പറയുന്നില്ല. അസിസ്റ്റൻറ്റ് ഐ ബെഗ് യുവർ പാർഡൻ സർ, ഞാനത് കേട്ടില്ല നിങ്ങൾ പറഞ്ഞത്. ജെന്റിൽമാൻ ഐ തോട്ട് യു വർ എ ബിറ്റ് ഡെഫ് മിസ്, ഗുഡ് മോർണിംഗ് അല്ലേ. ഓ, അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ജെന്റിൽമാൻ പറഞ്ഞത് അസിസ്റ്റൻറ്റ് കേട്ടില്ല. പറയുന്നത് ഒരു പക്ഷെ പതുക്കെ പറയണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഐ ബെഗ് യുവർ പാർഡൻ ഒന്നുകൂടെ പറയാമെന്ന് ചോദിക്കുമ്പോൾ ജെന്റിൽമാൻ പറയുകയാണ്, നിങ്ങൾ അല്പം ഡെഫാണോ മിസ്, നിങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ലേ എന്ന് ജെന്റിൽമാൻ തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കാം. അതിൽ അസിസ്റ്റൻറ്റ് ഹി സേസ് ഐ എം ഡെഫ്, വെൽ ഐ ലൈക്ക് ദാറ്റ്. ഓ, ശരിക്കും അയാളാണ് ഡെഫ്, എന്നിട്ട് അയാൾ എന്നോട് പറയാണ് ഞാനാണ് ഡെഫ് എന്ന് പറയാം. ദി ഡെഫ് ഓൾഡ് ജെന്റിൽമാൻ സ്റ്റേസ് കൗണ്ടിങ് ഹിസ് മണി, ദ ഫസ്സി ഓൾഡ് ലേഡി എൻഡേഴ്സ് ക്വിക്ലി. അങ്ങനെ ഇയാൾക്ക് കിട്ടിയ പൈസ ഈ ഓൾഡ് ജെന്റിൽമാനെ ഇയാളെ പെൻഷൻ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കാൻ തൊട്ടപ്പുറത്ത് ആ സമയത്ത് ഒരു ഫസ്സി ഓൾഡ് ലേഡി പ്രവേശിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു ഫസ്സി എന്ന് പറഞ്ഞാൽ അവർക്കൊരു തൃപ്തി ആവില്ല എത്ര പറഞ്ഞാലും. അങ്ങനത്തെ ഒരു ലേഡിയാണ് വരുന്നത്, ഓൾഡ് ലേഡി. എക്സ്ക്യൂസ് മീ മൈ ഡിയർ യങ് ലേഡി, ബട്ട് ഐ നീഡ് അഡ്വൈസ്. അസിസ്റ്റൻ്റ് അടുത്ത് എന്ന് പറയാം, എനിക്കൊരു അഡ്വൈസ്, ഒരു ഉപദേശം വേണം. എന്തിനാണ്? അസിസ്റ്റൻറ്റ് സെർട്ടൻലി മാഡം, വാട്ട് ഈസ് ദ ട്രബിൾ, എന്താ പ്രശ്നം? ഓൾഡ് ലേഡി വെൽ ഇറ്റ്സ് അബൌട്ട് മൈ ക്യാറ്റ് ടിഡിൽസ്, എൻ്റെ ക്യാറ്റിനെ പറ്റിയാണ്. ടിഡിൽസ് ആണ് അവൻ്റെ പേര്. ഐ റിയലി ഡോണ്ട് നോ വാട്ട് ടു മേക്ക് ഓഫ് ഹെർ. അവൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഷീ യൂസ്ഡ് ടു ബി സച്ച് എ ബിഗ് ഈറ്റർ, അവൾ നന്നായിട്ട് കഴിച്ചിരുന്നു. ബട്ട് ലേറ്റ്ലി ഷീ ഹാസ് ഗോൺ ഓഫ് ഹെർ ഫുഡ്, പക്ഷെ ഇപ്പോൾ അവൾ തീരെ ഭക്ഷണം കഴിക്കുന്നില്ല. സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്ഡ് ലൈക്കിങ്, അതാണ് ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ. സ്റ്റോപ്പ് ലൈക്കിങ്, അവൾക്കിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, ഭക്ഷണം അവൾ തീരെ കഴിക്കുന്നില്ല എൻ്റെ ക്യാറ്റ് എന്നാണ് പറഞ്ഞത്. അതിൽ അസിസ്റ്റൻറ്റ് ഓ ഐ എം സോറി, ഹാവ് യു സീൻ എ വെറ്ററിനറി ഡോക്ടറാണ് വെറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു വെറ്റിനെ കണ്ടോ? വെറ്ററിനറി സർജൻ താഴെ ഉണ്ട് കേട്ടോ. അതിൽ ഓൾഡ് ലേഡി യു സീ ഷീ ഹാസ് ഹേർട്ട് ഹെർ പോ, അവളുടെ മുൻകാല് എന്നെന്തോ മുറിവുണ്ട്. പുവർ തിങ് ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഹാസ് അപ്സെറ്റ് ഹെർ, ആ വേദന കൊണ്ടായിരിക്കും അവളൊന്നും കഴിക്കാത്ത. ഐ റിയലി ഡോണ്ട് നോ വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എൻ്റെ പൂച്ച ഭക്ഷണം കഴിക്കുന്നില്ല. അസിസ്റ്റൻറ്റ് ട്രൈ പുട്ടിങ് ആൻറ്റിസെപ്റ്റിക് ഓൺ ദ പോ, കുറച്ച് ആൻറ്റിസെപ്റ്റിക് ഡിസിൻഫെക്റ്റൻറ്റ് ഓക്കെ അതിൽ പുരട്ടു ഓൺ ദ പോ. അതിൽ ഓൾഡ് ലേഡി കുഡ് യു ലെറ്റ് മീ ഹാവ് സം, അങ്ങനെ എനിക്ക് കുറച്ച് തരുമോ എന്ന് ഓൾഡ് ലേഡി ചോദിക്കുകയാണ്. അല്ല അസിസ്റ്റൻറ്റ് ട്രൈ ദ കെമിസ് ഷോ, അതായത് മെഡിസിൻ വിൽക്കുന്ന സ്ഥലം, മെഡിക്കൽ ഷോപ്പിൽ പോയി നോക്കൂ. ഓക്കെ, ട്രൈ ദ കെമിസ് മാഡം, ദിസ് എ പോസ്റ്റ് ഓഫീസ്, ഇത് പോസ്റ്റ് ഓഫീസാണ്, അത് പിന്നെ മെഡിസിൻ വിൽക്കുന്നിടത്തുണ്ടോ എന്ന് പറയാം. അതിൽ ഓൾഡ് ലേഡി ഓ ഡിയർ ഐ മസ്റ്റ് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്, ഈസ് ഇൻ ദിസ് ദ ക്ലിനിക് ഫോർ സിക്ക് ആനിമൽസ്. അപ്പോൾ ഇത് പിന്നെ ഈ ആനിമൽസിൻ്റെ ക്ലിനിക്കല്ലേ, ആനിമൽസിനെ ട്രീറ്റ് ചെയ്യുന്ന ക്ലിനിക്കല്ലേ ഇത് പോസ്റ്റ് ഓഫീസാണ്. അപ്പോൾ ഈ ഓൾഡ് ലേഡി മാറി കയറിയതാണ്. ഓക്കെ, അല്ല അസിസ്റ്റൻറ്റ് നോ, ദി ആനിമൽ ക്ലിനിക് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദ റോഡ്, റോഡിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അല്ല, ഈ റോഡിൻ്റെ അവസാനത്ത് കാണാം. അതിൽ ഓൾഡ് ലേഡി ഐ എം സോ സോറി ടു ഹാവ് ട്രബിൾഡ് യു, അയ്യോ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണേ എന്ന് ഈ ഓൾഡ് ലേഡി പറയാണ്. ഐ കാൺട്ട് ഗോ എവേ വിത്തൗട്ട് ബൈയിങ് സംതിങ് ഫ്രം യുവർ ലവ്ലി പോസ്റ്റ് ഓഫീസ്, ഈ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പോസ്റ്റ് ഓഫീസിന് നിങ്ങൾ എന്തായാലും ഡിസ്റ്റർബ് ചെയ്തല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ ഞാൻ എങ്ങനെ പോവാ എന്ന് പറയാം. നൗ ലെറ്റ് മീ സീ, യെസ് ഐ നോ, ഐ വിൽ ബൈ എ 2 penny ഹാഫ് പെന്നി സ്റ്റാമ്പ്, ഹാഫ് പെന്നി സ്റ്റാമ്പും വേണം, ഒരു 2 penny സ്റ്റാമ്പും വേണം. ദേ ആർ സോ പ്രിറ്റി, ആന്തേ കാണാൻ നല്ല ഭംഗിയല്ലേ. ആൻഡ് ഇറ്റ് മേ ബി വെരി യൂസ്ഫുൾ ദിസ് ക്രിസ്മസ്, ഈ ക്രിസ്മസിന് എനിക്ക് പിന്നെ പലതും അയക്കാൻ, പോസ്റ്റ് കാർഡ് അയക്കാനൊക്കെ ഉപയോഗിക്കാം എന്ന് പറയുന്നു. ഇനി ജെന്റിൽമാൻ ടു ദ ഓൾഡ് ലേഡി, ആ ജെന്റിൽമാനെ നേരത്തെ വന്ന ഓൾഡ് ജെന്റിൽമാനെ ഓൾഡ് ലേഡിയോട് പറയുന്നു, എക്സ്ക്യൂസ് മീ ലേഡി ബട്ട് ഐ നോ സംതിങ് അബൌട്ട് കാറ്റ്സ്, പെർഹാപ്സ് ഐ ക്യാൻ ഹെൽപ്പ് യു. ദേ സ്റ്റാർട്ട് ടോക്കിംഗ്. അങ്ങനെ ആ ഓൾഡ് ജെന്റിൽമാൻ ഓൾഡ് ലേഡിയോട് സംസാരിക്കുകയാണ്. എനിക്ക് കാറ്റ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾക്ക് അറിയാം, ഒരു പക്ഷേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. ആ സമയത്ത് എൻ്റർ ഫാർമർ, മിസ്സസ് ഹിഗിൻസ് ആൻഡ് ബെർട്ടി, 3 പേരാണ് ഇതിൻ്റെ അടുത്ത് ഒരുമിച്ച് വരുന്നത്. അതിൽ ഒന്നൊരു ഫാർമറാണ്, കർഷകൻ, പിന്നെ മിസ്സസ് ഹിഗിൻസ് ആണ്, ഒരു ലേഡിയാണ്, പിന്നെ ബേർട്ടി ഈ മിസ്സസ് ഹിഗിൻസിൻ്റെ ഈ ലേഡിയുടെ മകനാണ്. ഈ ബേർട്ടി ഭയങ്കര വികൃതിയാണ്, അടങ്ങിയിരിക്കില്ല. ഇനി ഫാർമർ, ഗുഡ് മോർണിംഗ് മിസ്, ഹൗ മച്ച് പ്ലീസ്, ഹി പുട്ട്സ് എ പാർസൽ ഓൺ ദ സ്കെയിൽസ്,
സ്കെയിൽ ഇവിടെ തൂക്കുന്ന ത്രാസാണ്. ആ വെയിറ്റ് നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഗിഫ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക പ്രസൻറ്റൊക്കെ അതിൽ തൂക്കിയിട്ട് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് പൈസ കൊടുക്കുക. അപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് എത്ര ഉണ്ടെന്ന് പറയുമെന്ന് പറയും. അസിസ്റ്റൻറ്റ് 1 and 9 pence പ്ലീസ് 1 and 9 pence എന്ന് പറയുന്നു. ഫാർമർ ലാഫിങ് ഉറക്കെ പൊടിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാം, ഹാവ് യു ഹാഡ് എനി ബോംബ്സ് ഇൻ ദ പോസ്റ്റ് യെറ്റ്? ഇനി ഇവിടെ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും തുടക്കുന്നത് കേട്ടോ. അതായത് ഇവിടെ ഒരു പാനിക് ക്രിയേറ്റ് ചെയ്യാണ് പതുക്കെ ഈ ഫാർമർ. അയാൾ ഉറക്കെ പൊടിച്ചിട്ടുകൊണ്ട് പറയാം, ഇവിടെ അല്ലേ ബോംബ് ഉണ്ടോ? ഹാവ് യു ഹാഡ് എനി ബോംബ്സ് ഇൻ ദ പോസ്റ്റ് യെറ്റ്? ഇല്ല. അസിസ്റ്റൻറ്റ് ബോംബോ? ഫാർമർ യെസ്, ലുക്ക് അറ്റ് ദ പേപ്പർ ദിസ് മോർണിംഗ്. എന്നിട്ട് പത്രം വായിച്ചോ? ഹി റീഡ്സ്. എന്നിട്ട് ഉറക്കെ വായിക്കുക. ബോംബ് ഫൗണ്ട് ഇൻ പോസ്റ്റ് ഓഫീസ്. സ്കോട്ട്ലൻഡ് യാർഡ് ഹാസ് ഇഷ്യൂഡ് എ വാർണിംഗ് that a time bomb disguised as a Christmas parcel was discovered in a London post office. Any suspicious looking parcel should be reported at once to the local police station. അപ്പോൾ ഈ ഫാർമർ ഉറക്കെ പറയണേ, ലുക്ക് അറ്റ് ദ പേപ്പർ ദിസ് മോർണിംഗ്. ഇന്നത്തെ പത്രം കണ്ടോ? ബോംബ് ഫൗണ്ട് ഇൻ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിൽ ബോംബ് കണ്ടെത്തി എന്ന് പറയാണ്. ഇനി സ്കോട്ട്ലൻഡ് യാർഡ് എന്ന് പറഞ്ഞാൽ ദ ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ്. അപ്പോൾ ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസിനാണ് സ്കോട്ട്ലൻഡ് യാർഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഹാസ് ഇഷ്യൂഡ് എ വാർണിംഗ്. ഒരു വാർണിംഗ് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ദാറ്റ് എ ടൈം ബോംബ് ഡിസ്ഗൈസ്ഡ്. ഏതിൽ? ടൈം ബോംബ് ഡിസ്ഗൈസ്ഡ് ആസ് എ ക്രിസ്മസ് പാർസലിൻ്റെ രൂപത്തിൽ ടൈം ബോംബ് വാസ് ഡിസ്കവേർഡ് കണ്ടെത്തി ഇൻ എ ലണ്ടൻ പോസ്റ്റ് ഓഫീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി സസ്പീഷ്യസ് ലുക്കിംഗ് പാഴ്സൽ, സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള ഏത് പാഴ്സലും ഷുഡ് ബി റിപ്പോർട്ടഡ് അറ്റ് വൺസ് മീൻസ് ക്വിക്ക്ലി ടു ദ ലോക്കൽ പോലീസ് സ്റ്റേഷൻ. സംശയം തോന്നുന്ന എന്ത് പാഴ്സൽ കണ്ടല്ലോ നേരെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്ന് പത്രത്തിലുണ്ട്. അല്ല അസിസ്റ്റൻറ്റ്, ബട്ട് ഹൗ ക്യാൻ യു ടെൽ ഇറ്റ്സ് എ ടൈം ബോംബ്? പക്ഷേ ഒരു ടൈം ബോംബിന് നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? ഫാർമർ പറയാം, they usually begin to tick just before they go off എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഡ്, പൊട്ടിത്തെറിക്കുക. അപ്പോൾ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ബോംബ് ടിക് സൗണ്ട് ഉണ്ടാക്കും. സോ if any of your parcels start making funny noises, you will know what to do. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും പാർസൽ ഫണ്ണി നോയ്സ് ടിക് സൗണ്ട് ഉണ്ടാക്കിയാൽ നിങ്ങൾക്കറിയാലോ എന്ത് ചെയ്യണമെന്ന്. അതിൽ മിസ്സസ് ജോൺസ്, മിസ്റ്റർ ബ്രൗൺ ഈസിൻറ്റ് ഇറ്റ് ഫ്രം ദ ഫാം. അപ്പോൾ നമ്മുടെ ഫാർമറിൻ്റെ പേരാണ് ആര്? മിസ്റ്റർ ബ്രൗൺ എന്നല്ല കേട്ടോ. അതിൽ മിസ്സസ് ജോൺസ് ഫാർമറിൻ്റെ അടുത്തേക്ക് പറയാം, ആ നിങ്ങളെ ഫാമിൽ നിന്ന് വരുന്ന ആളല്ലേ മിസ്റ്റർ ബ്രൗൺ അല്ലേ? അതിൽ ഫാർമർ, ഓ മിസ്സസ് ജോൺസ്, ഐ ഡിഡ്ന്റ് റെക്കഗ്നൈസ് യു. എനിക്ക് നിങ്ങളെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇനി ഫാർമർ ബ്രൗൺ ടോക്സ് ടു മിസ്സസ് ജോൺസ് ആൻഡ് മിസ്സസ് സ്മിത്ത്. മിസ്സസ് ജോൺസിനോടും മിസ്സസ് സ്മിത്തിനോടും ഫാർമർ ബ്രൗൺ സംസാരിക്കുന്നു. ബേർട്ടി, an untidy little urchin, stares at Farmer Brown and his mother, a large loud woman, goes to the counter. Untidy, വൃത്തിയില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. പിന്നെ ലിറ്റിൽ ഏർച്ചിൻ, ചെറിയ ലിറ്റിൽ. ഏർച്ചിൻ എന്ന് പറഞ്ഞാൽ എ യങ് ചൈൽഡ് ഹു ഈസ് പുവർലി ഓർ റാഗഡ്ലി ഡ്രസ്ഡ്. ഒന്നുകിൽ വളരെ മോശം രീതിയിൽ, നല്ല രീതിയിലല്ലാതെ വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ കീറി പറഞ്ഞ വസ്ത്രം ധരിച്ച ഒരു കുട്ടി, അതാണ് ഏർച്ചിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ വളരെ വൃത്തിയില്ലാത്ത ഏർച്ചിൻ ആയിട്ടുള്ള ബേർട്ടി ചെക്കൻ്റെ പേരാണ്. സ്റ്റേസ് അറ്റ് ഫാർമർ ബ്രൗൺ എങ്ങനെ തുറിച്ച് നോക്കുക, ഫാർമർ ബ്രൗണിനെ നോക്കാം. ആൻഡ് ഹിസ് മദർ, എ ലാർജ് ലൗഡ് വുമൺ, ഗോസ് ടു ദ കൗണ്ടർ. അങ്ങനെ അവൻ്റെ അമ്മ, ഒരുപാട് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്, കൗണ്ടറിലേക്ക് പോകുന്നു. മിസ്സസ് ഹിഗിൻസ്, അതാണ് അമ്മയുടെ പേര്. മിസ് ഹിഗിൻസ് പറയാം, കമോൺ ബേർട്ടി, സ്റ്റോപ്പ് സ്റ്റെയറിങ്, ഇറ്റ്സ് റൂഡ്. ഇങ്ങനെ തുറിച്ച് നോക്കല്ലേ, അത് റൂഡാണ്. അതിൽ ബേർട്ടി, ഓക്കെ മാ. മിസ്സസ് ഹിഗിൻസ്, ആൻഡ് ഡോണ്ട് കോൾ മീ മാ, എന്നെ മാ എന്ന് വിളിക്കണ്ട. അതിൽ ബേർട്ടി, റൈറ്റ് യു ആർ മാ, ഐ മീൻ മം. അപ്പോൾ അമ്മക്ക് അമ്മയെ മം എന്ന് വിളിക്കണം, പക്ഷേ മകൻ അവനെ മാ എന്ന് വിളിക്കുന്നു. അത് അമ്മക്ക് ഇഷ്ടമല്ല. വളരെ സ്റ്റാൻഡേർഡായിട്ട് ഭാഷ ഉപയോഗിക്കണം, ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവരുത് എന്ന് അമ്മ വിശ്വസിക്കുന്ന ആളാട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. മിസ്സസ് ഹിഗിൻസ്, ഐ വാണ്ട് എ ബുക്ക് ഓഫ് സ്റ്റാമ്പ്സ് ആൻഡ് എ മണി ഓർഡർ ഫോർ £2 11 shillings and 5 pence. £2 11 shillings and 5 pence മണി ഓർഡറും സ്റ്റാമ്പ്സും വേണമെന്ന് അസിസ്റ്റൻറ്റിനോട് മിസ് ഹിഗിൻസ്, ഈ സ്ത്രീ പറയുന്നു. അല്ല അസിസ്റ്റൻറ്റ്, ഹിയർ ഈസ് ദ ബുക്ക് ഓഫ് സ്റ്റാമ്പ്സ് മാഡം, ആൻഡ് വുഡ് യു പ്ലീസ് ഫിൽ ഇൻ ദിസ് ഫോം ഫോർ ദ മണി ഓർഡർ. മണി ഓർഡറിന് വേണ്ടിയിട്ട് ഈ ഫോം ഒന്ന് ഫിൽ ചെയ്തോളൂ എന്ന് അസിസ്റ്റൻറ്റ് പറയുന്നു. മിസ്സസ് ഹിഗിൻസ്, ആസ് ഷീ ഫിൽസ് ഇൻ ദ ഫോം, അങ്ങനെ ആ മണി ഓർഡറിന് വേണ്ടിയിട്ടുള്ള ആ ഫോം ഫിൽ ചെയ്യണം.
ആ സമയത്ത് മിസ് ഹിഗിൻസ് പറയാം, വൈപ്പ് യുവർ നോസ് ബേട്ടി, ആ മൂക്കൊന്ന് തുടക്ക് എന്ന് മകനോട് പറയാം. അല്ലെങ്കിൽ ബേട്ടി, മാ ഐ വാണ്ട്സ് എ എൻജിൻ. അപ്പം മം എന്ന് പറയുന്നില്ല, പകരം മാന്ന വിളിക്കുന്നത്. പിന്നെ ഇവിടെ കണ്ടോ, ഐ വാണ്ട് എന്നതിന് പകരം ഐ വാണ്ട്സ് എന്ന് ഗ്രാമർ തെറ്റിച്ച് പറയുന്നു. എൻ എൻജിൻ എന്നതിന് പകരം എ എൻജിൻ എന്ന് പറഞ്ഞു. ട്രെയിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ട്രെയിൻ വേണമെന്ന് ഞാൻ പറയാം. അതിൽ മിസ് ഹിഗിൻസ്, ബി ക്വയറ്റ് ബേർട്ടി, ദേ ഡോണ്ട് സെൽ എം ഹിയർ. ഇവിടെ ആരും എന്തില്ല, എൻജിൻ വിൽക്കുന്നില്ല. ദിസ് ഇയേഴ്സ് എ പോസ്റ്റ് ഓഫീസ്, ഇതൊരു പോസ്റ്റ് ഓഫീസാണ്, ഇവിടെ എന്തില്ല, പിന്നെ ട്രെയിനൊന്നും വിൽക്കുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ അമ്മയുടെയും സംസാരം അത്ര പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അല്ല ഉപയോഗിക്കുന്നത്. എന്നിട്ടും ഈ അമ്മ ബേർട്ടി മകനെ കൊണ്ട് നല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ പറയണം, അങ്ങനെ പിന്നെ നിർബന്ധിക്കുകയാണ്. ബേർട്ടി, ഐ നോ മാ ബട്ട് ദേ സെൽ എൻജിൻസ് നെക്സ്റ്റ് ഡോർ, തൊട്ടപ്പുറത്ത് വിൽക്കുന്നുണ്ട്. ഐ സീഡ് എം, ഐ സോ എന്നാണ് ഉദ്ദേശിച്ചത്, ഐ സീഡ് എം, ഐ സീഡ് ദം, ഐ സോ ദം ആണ് ഉദ്ദേശിച്ചത്, ഞാനത് കണ്ടിട്ടുണ്ട്. അതിൽ മിസ് ഹിഗിൻസ്, വാട്ട് ഷോക്കിംഗ് ലാംഗ്വേജ് ബേർട്ടി, ഡോണ്ട് ദേ ടീച്ച് യു ഹൗ ടു ടോക്ക് അറ്റ് സ്കൂൾ. സംസാരിക്കേണ്ട എങ്ങനെ സ്കൂളിൽ അവർ പഠിപ്പിക്കുന്നില്ലേ? നോ ജസ്റ്റ് യു സേ ഇറ്റ് പ്രോപ്പർലി. ഐ സീഡം ഇൻഡീഡ്, അങ്ങനെ നീ പറയേണ്ടത്, ഐ സീഡം ഇൻഡീഡ്. അതിൽ ബേർട്ടി പറയാം, ഐ സോഡം മാ, ഐ സോ എന്ന് പറഞ്ഞില്ല, പക്ഷെ ഐ സോഡം എമ്മ. അപ്പോൾ മിസ് ഹിഗിൻസ്, ദാറ്റ്സ് ബെറ്റർ ബെറ്റി, ഷീ ഗിവ്സ് ദ ഫോം ടു ദ അസിസ്റ്റൻറ്റ്. ഓക്കെ എന്ന് അമ്മ പറയാണ്. മേ ബി അമ്മയുടെ ലാംഗ്വേജ് അത്ര ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സോഡ് എന്നുള്ളതും കറക്റ്റായിട്ട് അമ്മ കരുതി. ഓക്കെ. ഇനി അസിസ്റ്റൻറ്റ്, താങ്ക് യു മാഡം. അങ്ങനെ പിന്നെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അസിസ്റ്റൻറ്റ് കൊടുക്കുന്നു. അസിസ്റ്റൻറ്റ് നന്ദി പറയുന്നു. മിസ്സസ് ഹിഗിൻസ്, സ്റ്റോപ്പ് ഫിഡിലിംഗ് വിത്ത് ദോസ് സ്കെയിൽസ്. ഫിഡിൽ എന്ന് പറഞ്ഞാൽ കയ്യിലിട്ടിട്ട് ഇങ്ങനെ കളിക്കുക എന്തെങ്കിലും. ഇവിടെ ആ സ്കെയിൽ, ആ തുലാസമ കളിക്കല്ലേ ബേർട്ടി ടു അസിസ്റ്റൻറ്റ്. എൻ്റെ അസിസ്റ്റൻറ്റോട് പറയാം, ഓ ഹീ ഈസ് എ നോട്ടി ലാഡ്. ലാഡ് മീൻസ് ബോയ്. ഇപ്പം വളരെ കുസൃതിയായിട്ടുള്ള ബോയാ. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് ഹിം. എന്ത് ചെയ്യണം നിങ്ങൾക്ക് അറിയില്ല. അല്ല അസിസ്റ്റൻറ്റ്, വിൽ ദാറ്റ് ബി ഓൾ മാഡം, മതിയോ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെ മിസ് ഹിഗിൻസ്, ഐ തിങ്ക് സോ. പുട്ട് യുവർ ക്യാപ്പ് ഓൺ സ്ട്രേറ്റ് ആൻഡ് പുൾ യുവർ സോക്സ് അപ്പ് ബേർട്ടി. ആ തൊപ്പി ഒന്ന് നേരിട്. അപ്പോൾ ഇടയ്ക്കിടെ മകനെങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ് മിസ് ഹിഗിൻസ്. ആ സോക്സ് ഒക്കെ മുകളിലേക്ക് കയറ്റി വെക്ക് ബേർട്ടി. അതിൽ ബേർട്ടി, ക്യാൻ ഐ ഹാവ് എ ഐസ്ക്രീം മാം? ഞാൻ ഐസ്ക്രീം കഴിക്കട്ടെ. എ ഐസ്ക്രീം എന്നാ പറഞ്ഞിട്ടോ. അതിൽ മിസ് ഹിഗിൻസ്, വെൽ വാട്ട് നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു നോ. ഐസ്ക്രീം ഇൻ ദിസ് വെദർ, ഈ തണുപ്പിൽ ഐസ്ക്രീമോ? I've never heard of such a thing. ഞാൻ കേട്ടുപോലില്ല. All right then, if you are a good boy. Well, assistant, is there anything else, madam, that I can do for you? അപ്പോൾ അസിസ്റ്റൻ്റ് ഇങ്ങനെ തിരക്കാണ്. വീണ്ടും ചോദിക്കുക, എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? മിസ് ഹിഗിൻസ്, there was something else I wanted. Can you think what it was, ബേർട്ടി? ഒരു കാര്യം കൂടെ ഉണ്ട്, അതെന്താണ് എനിക്ക് ഓർമ്മ ഉണ്ടോ ബേർട്ടി എന്ന് ചോദിക്കുക. ഇല്ല ബേർട്ടി ഒറ്റയടിക്ക്, എൻജിൻ മാം. ആ എൻജിൻ എനിക്ക് ട്രെയിൻ വാങ്ങിച്ചു തരാനല്ലേ, അതല്ലേ ബാക്കിയുള്ളത്. അതിൽ മിസ് ഹിഗിൻസ്, ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ഇൻ. അങ്ങനെയല്ല, ഡോണ്ട് ബി സോ സില്ലി ബേർട്ടി. ഇങ്ങനെ സില്ലി ആവല്ലേ ബേർട്ടി. എ ഐസ്ക്രീം മാം, അങ്ങനെ എനിക്ക് ഐസ്ക്രീം വാങ്ങി തരാനാണ്. മിസ് ഹിഗിൻസ്, ഐ നോ, ഐ വാണ്ട് ടു ഡ്രോ സം മണി ഫ്രം മൈ നാഷണൽ സേവിങ്സ്. എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ എടുക്കണം. ബേർട്ടി, ടു ബൈ മീ എ എൻജിൻ വിത്ത്, എനിക്ക് എൻജിൻ വാങ്ങി തരാൻ അല്ലേ എന്ന് ചോദിക്കാം. അതിന് മിസ് ഹിഗിൻസ്, യു മൈൻഡ് യുവർ ഓൺ ബിസിനസ് ബേർട്ടി ഹിഗിൻസ്. ഫുൾ പേര് പറയാം, നീ എൻ്റെ കാര്യം നോക്കാം എന്ന് പറയാം. അല്ല അസിസ്റ്റൻറ്റ്, മേ ഐ ഹാവ് യുവർ ബുക്ക് പ്ലീസ് ഫിൽ ദിസ് ഫോം. ഓക്കെ, അക്കൗണ്ട് ബുക്ക് തരൂ, ഈ ഫോം ഫിൽ ചെയ്യുമെന്ന് പറയാം. ആ സമയത്ത് ദ ഫോറിൻ ടൂറിസ്റ്റ് എൻറ്റേഴ്സ്, ഒരു വിദേശ ടൂറിസ്റ്റ്, ഇംഗ്ലീഷുകാരനല്ലാത്തൊരു വിദേശ ടൂറിസ്റ്റ് അങ്ങോട്ട് കയറി വരുന്നു. ഹീ ഈസ് ഡാർക്ക് ആൻഡ് സിനിസ്റ്റർ. അതായത് നല്ല ഡാർക്ക് കളറിലാണ് വരുന്നത്, ഡാർക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട്, ആൻഡ് സിനിസ്റ്റർ ഡ്രസ്ഡ് ഇൻ ബ്ലാക്ക് ആൻഡ് സ്പീക്സ് വിത്ത് ആൻ ആക്സെൻറ്റ്. ഇവിടെ സിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു എവിൾ, ഒരു എന്തോ ഒരു പേടിപ്പെടുത്തുന്ന ലുക്കുണ്ട്. അതുപോലെ തന്നെ ഒരു ആക്സെൻറ്റ്, കുറച്ച് കട്ടി ആയിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ടൂറിസ്റ്റ്, ഗുഡ് മോർണിംഗ്. അല്ല അസിസ്റ്റൻറ്റ്, ഗുഡ് മോർണിംഗ് സർ, ക്യാൻ ഐ ഹെൽപ്പ് യു? എങ്ങനെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടത്? ടൂറിസ്റ്റ്, ഐ വിഷ് ദാറ്റ് ദിസ് പാർസൽ ബി സെൻഡ് ടു മൈ ഫ്രണ്ട്. ഒരു പാർസൽ അസിസ്റ്റൻറ്റ് കൊടുത്തിട്ട് ടൂറിസ്റ്റ് പറയാം, ഈ പാർസൽ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കണം. അസിസ്റ്റൻറ്റ്, സെർട്ടൻലി യെസ് സർ, മേ ഐ വെയിറ്റ് ഇറ്റ് ഫോർ യു? ഞാൻ വെയിറ്റ് നോക്കട്ടെ. ടൂറിസ്റ്റ്, ലേയിങ് ഹിസ് ഗ്ലൗസ് ഓൺ ദ കൗണ്ടർ. ഇയാൾ തണുപ്പത്ത് ആയതുകൊണ്ട് എന്താണ് ഗ്ലൗസ് ഇട്ടിട്ടാണ് വരുന്നത്. ആ ഗ്ലൗസ് ഊരിയിട്ട് കൗണ്ടറിൽ വെക്കുന്നു. എന്നിട്ട് ഗുഡ്, താങ്ക് യു സോ വെൽ. കേട്ടോ, ആ ഒരു ഗുഡ് എന്നൊക്കെ ഗുഡ് ഇങ്ങനെ ആക്സിലൂടെ പറയുന്നത്, വെൽ എന്നൊക്കെ പറയുന്നു. അസിസ്റ്റൻറ്റ്, ഐ വിഷ് മോർ പീപ്പിൾ വുഡ് പാക്ക് ദെയർ പാസസ് ആസ് വെൽ ആസ് ദിസ്. നിങ്ങൾ നന്നായിട്ട് പാസ് പാക്ക് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ എല്ലാവരും പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മൈ ഗുഡ്നസ് ഹൗ ഹെവി ഇറ്റ് ഈസ്, ഇറ്റ് വിൽ കോസ്റ്റ് യു 5 shillings. 5 shilling വരും, നല്ല വെയിറ്റ് ഉണ്ട്. ആൻഡ് ടൂറിസ്റ്റ്, താങ്ക് യു സോ മച്ച്. ഹി വാക്സ് അവേ, നടന്നു പോകുന്നു. ഹെസിറ്റേറ്റ്സ്, കുറച്ച് മടിച്ചുകൊണ്ട് നിൽക്കുന്നു.
ആൻഡ് റിട്ടേൺസ് ഉണ്ട് വീണ്ടും വരുന്നു. എന്നിട്ട് പറയാം ഐ റിഗ്രറ്റ് ദാറ്റ് ഐ കുഡ് നോട്ട് ഹൗ യു സേ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. കാരണം ആ ബോർഡ് കണ്ടു ടൂറിസ്റ്റ്, അപ്പോൾ അവിടെ എന്താ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഈ ടൂറിസ്റ്റ് തിരികെ വന്നിട്ട് അസിസ്റ്റൻറ്റ് പറയാം ഞാൻ ഇതിൽ നിരാശപ്പെടുന്നു, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു, പശ്ചാത്തപിക്കുന്നു, എനിക്ക് നേരത്തെ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ബട്ട് ഐ ഹാവ് അറൈവ്ഡ് ഇൻ യുവർ കൺട്രി ഓൺലി എ ഫ്യൂ ഡേയ്സ് എഗോ. കുറച്ച് ദിവസമേ ഞാൻ ഈ കൺട്രിയിൽ എത്തിയിട്ടുള്ളൂ, ഞാൻ ടൂറിസ്റ്റ് അല്ലേ, വൈകിട്ടാണ് വന്നത്. അല്ല അസിസ്റ്റൻറ്റ്, ഇഫ് ഇറ്റ് ഈസ് എ പ്രസൻറ്റ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഇൻ ടൈം സർ. ഇതൊരു പ്രസൻറ്റ് ആണെങ്കിൽ കറക്റ്റ് സമയത്ത് എത്തിക്കോളും, അവർക്ക് കിട്ടും. എ ടൂറിസ്റ്റ്, ഇറ്റ് ഈസ് എ പ്രസൻറ്റ്, a special kind of present, or special kind of present. But tell me how long before it goes to the general post office to be sorted. ചെറിയ പോസ്റ്റ് ഓഫീസിൽ വലിയ ജനറൽ പോസ്റ്റ് ഓഫീസിൽ പോവുകയും അത് ഓരോ ഏരിയക്ക് അത് സോർട്ട് ചെയ്ത് വെക്കും അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ അവിടെ എത്താൻ എത്ര സമയം എടുക്കുമെന്ന് ചോദിക്കുന്നത്. അതിൽ അസിസ്റ്റന്റ് പറയാം ഇറ്റ് വിൽ ബി കളക്റ്റഡ് അറ്റ് മിഡ് ഡേ. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അത് കളക്ട് ചെയ്യും. ടൂറിസ്റ്റ്, ദാറ്റ് ഈസ് ഗുഡ്. ഓക്കെ, അത് നല്ലതാണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, ആൻഡ് ദേ വിൽ ടേക്ക് ഗ്രേറ്റ് കെയർ ഓഫ് മൈ പാർസൽ ദർ. യെസ്, എൻ്റെ പാർസൽ നല്ല കെയർ എടുക്കും അല്ലേ, നന്നായിട്ട് കെയർ ചെയ്യും അല്ലേ എന്ന് കരുതുന്നു. അതിൽ അസിസ്റ്റൻറ്റ് യെസ്. ടൂറിസ്റ്റ്, ഗുഡ്. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി ഓപ്പൺഡ്. നോ, തുറക്കൂലല്ലോ. അസിസ്റ്റൻറ്റ് യെസ്, അല്ലല്ല, ഐ മീൻ നോ, ഇല്ല തുറക്കൂല. ടൂറിസ്റ്റ്, സോ മീൻസ് സോ. ആൻഡ് യു ഡു നോട്ട് തിങ്ക് ഇറ്റ് വിൽ ബി സ്റ്റോളൻ. യെസ്, ആരും അത് കട്ടെടുത്ത് കൊണ്ടുപോകില്ല എൻ്റെ പ്രസൻറ്റ് അല്ലേ. അപ്പോൾ അസിസ്റ്റൻറ്റ് ഓ യെസ്, ദാറ്റ് ഈസ് ഐ മീൻ നോ, ഇല്ലല്ല അങ്ങനെയല്ല. ടൂറിസ്റ്റ്, ദാറ്റ് ഈസ് ഗുഡ്. ദാറ്റ് ഈസ് ഗുഡ് എന്ന് പറയാം. ഐ വിഷ് യു ഗുഡ് ഡേ. ഐ വിഷ് യു ഗുഡ് ഡേ എന്ന് പറയുന്നു. ഹി ഗോസ് ഔട്ട് ലീവിങ് ഹിസ് ഗ്ലൗസ് ബിഹൈൻഡ്. ഇയാൾ വന്നപ്പോൾ ഗ്ലൗസ് ഇട്ടാണ് വന്നത്, അത് ഊരിയിട്ട് അവിടെ കൗണ്ടറിൽ വെച്ചല്ലോ. ആ ഗ്ലൗസ് അവിടെ മറന്ന് വെച്ചുകൊണ്ടാണ് ഇയാൾ പുറത്തേക്ക് പോകുന്നത്. ഇയാൾ രണ്ടാമത് വരുന്നുണ്ട് ഗ്ലൗസ് എടുക്കാൻ കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. ഇനി അസിസ്റ്റൻറ്റ്, വാട്ട് എ സ്ട്രേഞ്ച് മാൻ, ഹി മേഡ് മീ ഷഡർ. ഷഡർ മീൻസ് ഷിവർ. ഓ എന്തൊരു സംസാരം, എന്തൊരു രൂപം. ഓ ഞാനാകെ പേടിച്ചു വിറച്ചു പോയി എന്ന് അസിസ്റ്റൻറ്റ് പറയാം. ഐ സപ്പോസ് ഹി ഈസ് വൺ ഓഫ് ദോസ് ഫോറിൻ ടൂറിസ്റ്റ്. നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു ഫോറിൻ ടൂറിസ്റ്റാണ്. ഐ വണ്ടർ വാട്ട്സ് ഇൻ ദ പാർസൽ. ഇയാൾ ഒരുപാട് ചോദിക്കണ്ടല്ലോ പാർസലിനെ പറ്റിയും ഇത് എത്തിനെ കുറിച്ചും. എന്തായിരിക്കും ഇപ്പോൾ ഇതിൽ? ഹി സീംഡ് വെരി ആങ്ഷ്യസ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് വളരെ ഉത്കണ്ഠാകുലനായ പോലെ തോന്നുന്നു. ബേർട്ടി ഗോസ് ടു ദ പാർസൽ ആൻഡ് ലുക്സ് അറ്റ് ഇറ്റ്. ആ സമയത്ത് നമ്മുടെ വികൃതി പയ്യനായ ബേർട്ടി പാർസലിനടുത്തേക്ക് പോകുന്നു, അതിലേക്ക് നോക്കിയിരിക്കുന്നു. മിസ്സിസ് സ്മിത്ത് ടു ഫാർമർ. മിസ്സിസ് സ്മിത്ത് ഫാർമറോട് പറയാ, കുഡ് യു റിയലി മാനേജ് എ ടർക്കി ഫോർ ക്രിസ്മസ് മിസ്റ്റർ ബ്രൗൺ. മിസ്സിസ് സ്മിത്ത് പറയാ, ഈ ക്രിസ്മസിന് ഒരു ടർക്കി കോഴിയെ എനിക്ക് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ? അതിൽ ഫാർമർ യെസ്, ഐ തിങ്ക് ഐ ക്യാൻ സ്പെയർ വൺ. ഒന്ന് നിങ്ങൾക്ക് മാറ്റി വെക്കാം എന്ന് പറയാം. മിസ്സിസ് സ്മിത്ത്, താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ബ്രൗൺ, താങ്ക് യു. മിസ്സിസ് ഹിഗിൻസ്, ബേർട്ടി കം അവേ ഫ്രം ദാറ്റ് പാർസൽ അറ്റ് വൺസ്. ആ സമയത്ത് മിസ്സിസ് ഹിഗിൻസ് കാണുകയാണ് തൻ്റെ മകൻ എന്താണ് ആ പ്രസൻറ്റ്, ഫോറിൻ ടൂറിസ്റ്റ് കൊണ്ടുവന്ന പ്രസൻറ്റ് അടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ അവിടുന്ന് മാറിക്കെന്ന് പറയാം. അതിൽ ബേർട്ടി പറയാം, ബട്ട് മാ മിസ്സിസ് ഹിഗിൻസ്, ബേർട്ടി ഹിഗിൻസ്, യു വിൽ ഹാവ് നോ എൻജിൻ ദിസ് ക്രിസ്മസ് ആൻഡ് നത്തിങ് എൽസ് ഇഫ് യു ഡോണ്ട് കം ഹിയർ ദിസ് വെരി മിനിറ്റ്. മറ്റുള്ളവരുടെ പാർസൽ മാറി നിൽക്ക്, ഇവിടുന്ന് വന്നിട്ടില്ലെങ്കിൽ ഈ ക്രിസ്മസിന് നിനക്ക് ഞാൻ എഞ്ചിന് വാങ്ങി തരില്ല, ഒന്നും വാങ്ങി തരില്ല, ഇപ്പം തന്നെ മാറി നിൽക്കുക അവിടുന്ന്. അതിൽ ബേർട്ടി, ബട്ട് മാം ലിസൺ ടു ദിസ് പാർസൽ, ഈ പാർസൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. അതിൽ മിസ് ഹിഗിൻസ്, ഐ വിൽ ഡു നോ സച്ച് തിങ്. അതൊന്നും ഞാൻ ചെയ്യില്ല. ആൻഡ് നെയ്തർ വിൽ യു, നീയും ചെയ്യണ്ട. ബേർട്ട് ഹിഗിൻസ്. അസിസ്റ്റൻറ്റ്, ഹിയർ സണ്ണി, വാട്ട്സ് ദ മാറ്റർ. വരൂ മോനെ. സണ്ണി എന്ന് പറഞ്ഞാൽ ഇവിടെ മോനെ സ്നേഹത്തോട് വിളിക്കാണ്. എന്താണ് പ്രശ്നം, എന്താണ്? അതിൽ ബേർട്ടി, പ്ലീസ് മിസ്, ഇറ്റ്സ് ദ പാർസൽ, ഇറ്റ് ഐൻഡ് ഹാഫ് മേക്കിംഗ് എ ഫണ്ണി നോയ്സ്. ഐൻഡ് ഹാഫ്, ഐൻഡ് ഹാഫ്, ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാവ് ആണ്. ഐൻഡിന് ഈസ് ഇൻ ആർ ഇൻ ആമൻഡ് ഒക്കെ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഡസിന് ഡോണ്ടും ഒക്കെ പറ്റും കേട്ടോ. ഐൻഡ് എന്നുള്ള എടി, അതൊരു വളരെ കൊളോക്കിയലായ എക്സ്പ്രഷനാണ്. ഇറ്റ് ഐൻഡ് ഹാഫ് മേക്കിംഗ് എ ഫണ്ണി നോയ്സ്. ഇതൊരു ശബ്ദം ഉണ്ടാക്കുന്നില്ലേ? അതിൽ മിസ് ഹിഗിൻസ്, ഐൻഡ് ഹാഫ് ഇൻഡീഡ്, വേഴ്സ് യുവർ ഗ്രാമർ, എൻ്റെ ഗ്രാമറോടെ എന്ന് ചോദിക്കുക. വേഴ്സ് യുവർ ഗ്രാമർ. അതിൽ ബേർട്ടി ഗ്രാൻഡ് മാ എന്നൊക്കെ കേൾക്കണം. ബേർട്ടി പറയാ, ഷീസ് അറ്റ് ഹോം, വീട്ടിലുണ്ട്. മാ വാച്ചിങ് ദ ടെലിവിഷൻ, ടി വി കണ്ടിരിക്കുക. അതിൽ മിസ് ഹിഗിൻസ്, വെയിറ്റ് ടിൽ ഐ ഗെറ്റ് യു ഹോം യു ചീക്കി ലിറ്റിൽ മങ്കി. വീട്ടിലെത്തട്ടെ, നിനക്ക് ഞാൻ ശരിക്ക് തരാം എന്ന് പറയാം. ചീക്കി മീൻസ് ഇമ്പ്യൂഡൻ, മര്യാദ ഇല്ലാത്ത. മങ്കി, എടാ കുരങ്ങ, എനിക്ക് വീട്ടിൽ തരാമെന്ന് പറയണം അമ്മ മകനോട്. അതിൽ അസിസ്റ്റൻറ്റ്, ദാറ്റ്സ് വെരി സ്ട്രേഞ്ച്, ഐ കുഡ് സ്വയർ ദർ വാസ് എ ടിക്കിംഗ് നോയ്സ്. അതിൽ അസിസ്റ്റൻറ്റ് ഇത് ശ്രദ്ധിക്കുകയാണ്. ബേർട്ടി പറഞ്ഞത്, എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്തോ ടിക്ക് സൗണ്ട് അവിടെ ഉണ്ട്. ഫാർമർ, ഐ ക്യാൻ ഹിയർ എ നോയ്സ് ടു. ഫാർമർ, അതെ എനിക്കും കേൾക്കാം ഒരു ശബ്ദം. മിസ്സസ് ജോൺസ്, സോ ക്യാൻ യു. മിസ്സസ് സ്മിത്ത്,
ജോൺസ് പറയാം, മിസ് ജോൺസ് എനിക്ക് കേൾക്കാം, നിങ്ങൾ കഴിയുന്നുണ്ടോ? മിസ് സ്മിത്ത് യെസ് ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, ഒരു സംശയമില്ല, തീർച്ചയായിട്ടും ശബ്ദമുണ്ട്. ജെന്റിൽമാൻ, ആ ഓൾഡ് ജെന്റിൽമാൻ, വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ, ഹൂ ക്യാൻ ഹിയർ വാട്ട്? എന്താ പ്രശ്നം? അയാൾക്ക് ചെവി കേൾക്കില്ലല്ലോ, ബാക്കിയൊക്കെ ടിക് സൗണ്ട് കേട്ടു, ഇയാൾക്കൊന്നും കേൾക്കാൻ വയ്യ. അപ്പോൾ എന്താ പ്രശ്നം ചോദിക്കാം ഈ ഓൾഡ് ലേഡി. യെസ് ഇൻഡീഡ് ഐ ക്യാൻ ഹിയർ എ മോസ്റ്റ് പെക്യുലർ സൗണ്ട്, ഐ വണ്ടർ വാട്ട് ഇറ്റ് ക്യാൻ ബി. ഒരു പെക്യുലർ സൗണ്ട്, എന്തോ പ്രത്യേകതയുള്ള ഒരു സൗണ്ട് കേൾക്കാം, എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതിൽ ഫാർമർ, ഐ നോ വാട്ട് ഇറ്റ് ക്യാൻ ബി, ഇറ്റ്സ് എ ടൈം ബോംബ്. അപ്പോൾ ഇയാളാണ് ഇതെല്ലാം ഊതി പെരിപ്പിക്കുന്നത് കേട്ടോ. ഒരു ടൈം ബോംബാണത്, അല്ലെ എവരിബഡി ഒരുമിച്ച്. എ ടൈം ബോംബ് വേർ, എവിടെ? ഫാർമർ, ഐ ടെൽ യു വേർ, ഇൻ ദാറ്റ് പാഴ്സൽ, ഈ പാഴ്സൽ. ഓൾഡ് ലേഡി, എക്സ്ക്യൂസ് മീ ബട്ട് വാട്ട് ഈസ് എ ടൈം ബോംബ്? അതിൽ ഓൾഡ് ലേഡിക്ക് ഇതറിയില്ല, വൃദ്ധയായ സ്ത്രീക്ക്. അപ്പോൾ എന്താണ് ടൈം ബോംബ്? അതിൽ ഫാർമർ പറയാം, ഇഫ് യു ഡോണ്ട് ഡു സംതിങ് യു വിൽ ഫൈൻഡ് ഔട്ട് സൂൺ ഇനഫ് മാം. നമ്മൾ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ബോംബ് പൊട്ടും എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ നമ്മൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളും. ജെന്റിൽമാൻ, വാട്ട്സ് ഓൾ ദ ഫസ് എബൌട്ട്? ഫസ് എന്ന് പറഞ്ഞാൽ കെയോസ്, കൺഫ്യൂഷൻ, ശബ്ദം. എന്താ അവിടെ ഈ ഫസ്? ഓൾഡ് ലേഡി, ഇറ്റ്സ് സംതിങ് എബൌട്ട് എ ടൈം ബോംബ്, ഒരു ടൈം ബോംബിനെ പറ്റിയാണ്. ജെന്റിൽമാൻ, ടോം ഹൂ, എവിടെ ടോം? ഫാർമർ, we'd better send for a policeman. നമുക്ക് എത്ര പെട്ടെന്ന് പോലീസ്മാനെ അയക്കാം. അതിൽ മിസ്സസ് ഹിഗിൻസ്, ബെർട്ടി ഗോ ആൻഡ് ഫെച്ച് എ പോലീസ്മാൻ. കൊണ്ടുവാ വേഗം ഒരു പോലീസ്മാനെ കൊണ്ടുപോവാ, പുറത്ത് പോയി വിളിക്കേ. അതിൽ ബെർട്ടി ഗോസ് ഔട്ട്, ബെർട്ടി പുറത്തേക്ക് പോകുന്നു. ഹലോ അസിസ്റ്റന്റ്, ഐ വിൽ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്, ഞാൻ പുറത്തേക്ക് വെക്കാം. ഷീ ഗോസ് ടു പിക്ക് ഇറ്റ് അപ്പ്, അത് എടുക്കാൻ പോവാണ് അസിസ്റ്റന്റ്. ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അല്ലേ. അതിൽ ഫാർമർ, നോ ലീവ് ഇറ്റ് വേർ ഇറ്റ് ഈസ് ബിഫോർ യു ബ്ലോ us all up. അത് പൊട്ടി ഞങ്ങളെല്ലാം കൊല്ലു, നിങ്ങൾ അവിടെ നോട്ടെ, ആ പാർസൽ തൊടണ്ട. അതിൽ അസിസ്റ്റന്റ്, ബട്ട് വാട്ട് ഷാൽ ഐ ഡു? പിന്നെ ഞാനെന്ത് ചെയ്യും? ഫാർമർ, ലിസൺ, ഐ എം ഷുവർ ഇറ്റ്സ് ഗെറ്റിംഗ് ലൗഡർ. ആ ടിക് സൗണ്ട് കൂടി വരുന്നു. അസിസ്റ്റന്റ്, യെസ് ഇറ്റ് ഈസ്, ഓ ഡിയർ. ഫാർമർ, ടേക്ക് കവർ എവരിബഡി, ടേക്ക് കവർ, ടേക്ക് ഹൈഡ്. ടേക്ക് കവർ എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്ക്, ടേക്ക് ഹൈഡ്, പോയി ഹൈഡ് ചെയ്യേ. അങ്ങനെ അവരെല്ലാവരും ഹൈഡ് ചെയ്യുന്നു. ദി ഓൾ ഹൈഡ്, കാരണം ഇത് പൊട്ടി തീർക്കാൻ പോവാണെന്ന് കരുതിയിട്ടുണ്ട്. അതിൽ ജെന്റിൽമാൻ, ഓ ഐ സീ, ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ചുകളി, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ചെവിയൊക്കെ ആൾ ഇത് കണ്ടിട്ട് അയാൾക്ക് അതാണ് മനസ്സിലാവുന്നത്. ആ സമയത്ത് എൻ്റർ പോലീസ്മാൻ ഫോളോഡ് ബൈ ബേർട്ടിയും പോലീസ്മാനും അങ്ങോട്ട് വരുന്നു. പോലീസ്മാൻ, നൗ ദെൻ വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? എന്താണ് സംഭവിക്കുന്നത്? കമോൺ നൗ, വാട്ട്സ് ദി ഐഡിയ? ഹൈഡിങ് അണ്ടർ ദ കൗണ്ടർ ലൈക്ക് ദാറ്റ്. ഇതുപോലെ എല്ലാവരും ഒളിച്ചിരിക്കുന്നത് എന്തിനാ? അസിസ്റ്റന്റ്, ഇറ്റ്സ് എ ടൈം ബോംബ്. കോൺസ്റ്റബിൾ, ഒരു ടൈം ബോംബാ. പോലീസ്മാൻ, ബെർട്ടി ഹിഗിൻസ്, ഹാവ് യു ബീൻ അപ്പ് ടു സം മോർ ഓഫ് യുവർ മിസ്റ്റീഫ്? മിസ്റ്റീഫ് എന്ന വികൃതി. അപ്പോൾ പോലീസ്മാനെ വിളിക്കാൻ പോയതാണ് ബെർട്ടി ഹിഗിൻസ്. അപ്പോൾ ബെർട്ടി ഹിഗിൻസിൻ്റെ സ്വഭാവം ഒറ്റയടിക്ക് പോലീസ്മാൻ മനസ്സിലായി. നീ വല്ല വികൃതിയും കാണിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇത് പോലീസ്മാൻ ചോദിക്കുകയാണ്. അതിൽ ഫാർമർ, ലുക്ക് ഹിയർ കോൺസ്റ്റബിൾ, ദർ ഇസ് എ ടൈം ബോംബ് ഇൻ ദാറ്റ് പാർസൽ. ആ പാർസൽ ഒരു ടൈം ബോംബ് ഉണ്ട്. അതിൽ പോലീസ്മാൻ, ഡോണ്ട് ടോക്ക് നോൺസെൻസ് സർ, നോൺസെൻസ് ഒന്നും പറയില്ല. അതിൽ ഫാർമർ, വെരി വെൽ ദെൻ ലിസൺ ഫോർ യുവർ സെൽഫ്, നിങ്ങൾ കേട്ട് നോക്ക്. അതിൽ പോലീസ്മാൻ, എ ലൗഡ് ടിക്കിംഗ് നോയ്സ്, തീർച്ചയായിട്ടും അതെ, ഒരു ടിക്കിംഗ് സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ഫാർമർ, വാട്ട് ഡൈ ടെൽ യു? ഞാൻ എന്താ പറഞ്ഞത്? ഗോ ആൻഡ് ഗെറ്റ് എ ബക്കറ്റ് ഓഫ് വാട്ടർ, മീൻസ് പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരൂ. ദി അസിസ്റ്റന്റ് ഗോസ് ഔട്ട്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അസിസ്റ്റന്റ് വേഗം പുറത്തേക്ക് ഓടിപ്പോവാണ് ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ. പോലീസ്മാൻ, നൗ ലുക്ക് ഹിയർ സർ, you do your job and I'll do mine. He takes out his notebook. I'll take down a few details. അങ്ങനെ അവിടെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പോലീസ്മാൻ ഇങ്ങനെ എഴുതിയെടുക്കുകയാണ്. അല്ലെങ്കിൽ മിസ്സസ് ജോൺസ്, ഡോണ്ട് യു തിങ്ക് ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ഓപ്പൺ ഇറ്റ്? തുറന്നു നോക്കാൻ പറ്റുമോ? ദ അസിസ്റ്റന്റ് എൻറ്റേഴ്സ് വിത്ത് എ ബക്കറ്റ്. ആ സമയത്ത് അസിസ്റ്റന്റ് ബക്കറ്റ് കൊണ്ട് വരുന്നു. അതിൽ വെള്ളം ഉണ്ട് കേട്ടോ. അസിസ്റ്റന്റ്, ഹിയർസ് എ ബക്കറ്റ് ഓഫ് വാട്ടർ. ദാ ഒരു ബക്കറ്റ് വെള്ളമുണ്ട്. പോലീസ്മാൻ, നൗ ഡോണ്ട് പാനിക്, പേടി ആവണ്ട, പാനിക് ആവണ്ട, ഭയപ്പെടേണ്ട. ഐ എം ഗോയിങ് ടു അൺഡു ഇറ്റ്. ഇത് ഞാൻ ഡിഫ്യൂസ് ചെയ്യാൻ പോവാണ്, ഈ ബോംബിനെ നിർവീര്യമാക്കാൻ പോവാം. വിൽ സൂൺ ഗെറ്റ് ടു ദ ബോട്ടം ഓഫ് ദിസ്. നമ്മളിത് മനസ്സിലാക്കാൻ പോയത് എന്താണെന്ന്. ഹി ബിഗിൻസ് ടു അൺറാപ്പ് ദ പാർസൽ അൺറാപ്പ് ചെയ്യുന്നു, തുറക്കണം കേട്ടോ. ആര്? പോലീസ്മാൻ. ദ ഫോറിൻ ടൂറിസ്റ്റ് എൻറ്റേഴ്സ്. ഈ സമയത്താണ് മറന്നു വെച്ച ഗ്ലൗസ് എടുക്കാൻ നേരത്തെ പുറത്ത് പോയ പുറത്തല്ല അയാളുടെ ആവശ്യത്തിന് പോയ ആ ഫോറിൻ ടൂറിസ്റ്റ് തിരികെ വരുന്നത്. ടൂറിസ്റ്റ്, എക്സ്ക്യൂസ് പ്ലീസ്, ബട്ട് ഐ തിങ്ക് ഐ ഹാവ് ലെഫ്റ്റ് മൈ ഗ്ലൗസ് ഹിയർ. സോറി, ഞാൻ എൻ്റെ ഗ്ലൗസ് ഇവിടെ മറന്നു വെച്ചു. അതിൽ ഫാർമർ, സ്റ്റോപ്പ് ദാറ്റ് മാൻ. കോൺസ്റ്റബിൾ, ഹി ബ്രോട്ട് ദ പാർസൽ. ആ സമയത്ത് ഫാർമർ പറയാം, അയാളെ അവിടെ നിർത്തൂ, സ്റ്റോപ്പ്, അയാളെ തടയൂ, അയാളാണ് ആ പാർസൽ കൊണ്ടുവന്നത്. അതിൽ പോലീസ്മാൻ, ജസ്റ്റ് എ മിനിറ്റ് സർ, ഐ വുഡ് ലൈക്ക് എ വേർഡ് വിത്ത് യു. എനിക്കൊരു കാര്യം പറയാണ്ട്. ദ ഫാർമർ ഹോൾഡ്സ് ദ ടൂറിസ്റ്റ് ആം. ഈ സമയത്ത് ഫാർമർ പോയിട്ട് ടൂറിസ്റ്റിൻ്റെ കൈനോട് അമർത്തി പിടിച്ചു. അതിൽ ടൂറിസ്റ്റ്, വൈ ഡു യു ഹോൾഡ് മീ? നിങ്ങൾ എന്തിനാണ് പിടിക്കണേ? അതിൽ പോലീസ്മാൻ, ഈസ് ദിസ് യുവർ പാർസൽ സർ?
ബിക്കോസ് ഐ എം ഗോയിങ് ടു അൺഡു ഇറ്റ്. നിങ്ങളുടെ പാഴ്സലാണ്, ഞാൻ തുറക്കാൻ പോവാ. L2 is, what is it you do? Are you mad? Leave alone that parcel. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഭ്രാന്താണോ? പാർസൽ അത് വിട്ടേക്കൂ. പോലീസ്മാൻ, ഡോണ്ട് വറി സർ, ഐ വിൽ സൂൺ ഗെറ്റ് ഇറ്റ് ഓപ്പൺ. ഞാൻ തുറക്കാം. L2 is, what is this nonsense? നിങ്ങൾ എന്താ ചെയ്യുന്നത്? പോലീസ്മാൻ, that's what I want to know sir. L2 is, it's ticking you fool, but now it has stopped. I am ruined. അതിങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് ഇതെല്ലാം വർക്ക് ചെയ്തിരുന്നു. പക്ഷെ നോക്കി, എന്തൊരു കഷ്ടമാണ്, ഇതാകെ കേടുനിന്ന് പോയി. ഫാർമർ, ഇറ്റ് സ്റ്റോപ്ഡ് ടിക്കിംഗ്, ലുക്ക് ഔട്ട് എവറിബഡി, ഇറ്റ്സ് ഗോയിങ് ഓഫ്. അതിൽ ഫാർമർ ഒന്നുകൂടെ രംഗം കൊഴിപ്പിക്കുകയാണ്. അയ്യോ, ടിക്കിങ് നിന്നു, ഇനി ഇത് പൊട്ടിത്തെറിക്കാൻ പോവാ. ഗോയിങ് ഓഫ്, ഇറ്റ്സ് ഗോയിങ് ടു ബ്ലോ ഓഫ്, ഇറ്റ്സ് ഗോയിങ് ഓഫ്, ഇത് പൊട്ടിത്തെറിക്കാൻ പോവാ. ഇറ്റ്സ് ഗോയിങ് ഓഫ്, അത് പൊട്ടിത്തെറിക്കാണ്. ദ പോലീസ്മാൻ ത്രോസ് ഇറ്റ് ഇൻ ടു ദ ബക്കറ്റ് ഓഫ് വാട്ടർ. അത് കേട്ടപ്പോൾ തന്നെ പോലീസ്മാൻ എന്ത് ചെയ്തു? ഈ പാസ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. ആൻഡ് എവറിബഡി ഡ്രൈവ്സ് ഫോർ കവർ. ഹൈഡ് ആണ് കേട്ടോ കവർ. എവറിബഡി ഡൈവ്സ് ഫോർ കവർ. എല്ലാവരും ചാടി പിന്നെ ഓരോന്നിൻ്റെ മറവിൽ പോയി നിൽക്കുകയാണ് പൊട്ടിത്തെറിക്കുന്ന കേട്ടിട്ട്. അല്ലെങ്കിൽ ടൂറിസ്റ്റ്, യു ഇഡിയറ്റ്, യു വിൽ ബി പണിഷ്ഡ് ഫോർ ദിസ്. നിങ്ങൾക്ക് ഇതിന് പണിഷ്മെൻറ്റ് കിട്ടും വിഡ്ഢികളെ. ദ ടൂറിസ്റ്റ് ടേക്സ് ഇറ്റ് ഔട്ട് ഓഫ് ദ ബക്കറ്റ് ആൻഡ് ഹോൾഡ്സ് അപ്പ് എ ലാർജ് ക്ലോക്ക്. ബക്കറ്റിൽ നിന്ന് ആ പാഴ്സൽ എടുത്തു, അതിന് പുറത്തേക്ക് എടുത്തത് എന്താ? ഒരു വലിയ ക്ലോക്ക്. അസിസ്റ്റൻറ്റ്, ഗുഡ് ഗ്രേഷ്യസ്, എ ക്ലോക്ക്. ഓ, രക്ഷപ്പെട്ടു എന്താ അത്? ദൈവമേ, അതൊരു ക്ലോക്ക്. ടൂറിസ്റ്റ്, all the way from Switzerland do I bring this beautiful clock and look at it ruined. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് തൊട്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഇംഗ്ലണ്ടിലേക്ക്. മനോഹരമായ ഒരു ക്ലോക്ക്, അതാകെ റൂയിൻഡ് ആണ്, അതാ കേടുവന്ന് പോയി. ഐ വിൽ സ്യൂ യു ഓൾ. സ്യൂ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് എ ലീഗൽ ആക്ഷൻ അഗൻസ്റ്റ്. ഞാൻ നിങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് പോകാൻ പോവാണ്. ഐ വിൽ സ്യൂ യു ഓൾ, യു ബ്ലണ്ടറിങ് ഇഡിയറ്റ്സ്, വിഡ്ഢി കൂഷ്മാണ്ഡങ്ങളെ. ഐ വിൽ നെവർ പോസ്റ്റ് എനിത്തിങ് ഇൻ ദിസ് കൺട്രി അഗെയിൻ. ഈ കൺട്രിയിൽ ഞാൻ എന്തെങ്കിലും ഒന്നും ഇനി പോസ്റ്റ് ചെയ്യില്ല. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. എന്നിട്ട് ബോർഡ് വായിക്കാം. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഐ ഷാൽ സീ ദ പോസ്റ്റ് മാസ്റ്റർ ജനറൽ അബൌട്ട് ദിസ്. എന്നിട്ട് മെയിൻ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഞാൻ പോയി കാണാൻ പോവാ. ഈ ഗോസ് പുറത്തേക്ക് പോകുന്നു. അതിൽ അസിസ്റ്റന്റ്, വെൽ ദാറ്റ്സ് ദാറ്റ്. ഷീ പുട്സ് ഓൺ ഹെർ കോട്ട്. പുട്സ് ഓൺ മീൻസ് വെയേഴ്സ്, ധരിക്കുന്നു. ഇത്രയും കേട്ടപ്പോൾ അസിസ്റ്റന്റ്, ആ ലേഡി അസിസ്റ്റന്റ് സമാധാനമായി എന്നല്ല, ആകെ മടുത്തുപോയി. കാരണം ഇവരൊക്കെ ഈ ഇത്രയും വിഡ്ഢികളായ ആൾക്കാരെ പിന്നെ എന്താ പറയുക, ഇവരൊക്കെ സൈക്കും വേണം. ഇപ്പോൾ ഫോറിൻ ടൂറിസ്റ്റിൻ്റെ ഈ വക ശകാരങ്ങളും കേട്ടു. അത് ഇത്രയും കേട്ടിട്ട് അസിസ്റ്റൻറ്റ്, പാവം സ്ത്രീയാണല്ലേ, ഇവരെന്ത് ചെയ്തു? ആ കോട്ട് ധരിച്ചു. അപ്പോൾ പോലീസ്മാൻ ചോദിക്കുക, വേർ ആർ യു ഓഫ് ടു മിസ്? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അല്ലെ അസിസ്റ്റൻറ്റ് പറയാം, ഐ എം ലീവിങ് ദ പോസ്റ്റ് ഓഫീസ് ഫോർ എവർ. എന്നേക്കും വേണ്ടി ഞാൻ പോസ്റ്റ് ഓഫീസ് വിടുകയാണ്. ഐ എം ഗോയിങ് ഡൗൺ ദ റോഡ് ടു വർക്ക് അറ്റ് ദ ആനിമൽ ഡിസ്പെൻസറി. അവിടെ ഒരു ആനിമൽ ഡിസ്പെൻസറി ഉണ്ട്. ഡിസ്പെൻസറി എന്ന് പറഞ്ഞാൽ അവിടെ ആനിമൽ മെഡിസിൻസ് എല്ലാം ഉണ്ടാക്കും, കൊടുക്കും. അവിടെ വർക്ക് ചെയ്യാൻ പോവുക. ആനിമൽസ് ഡോണ്ട് ഡു സച്ച് സില്ലി തിങ്സ്. നിങ്ങൾ ഈ മനുഷ്യന്മാരെ പോലെ ഇതുപോലെ സില്ലി തിങ്സ് ആനിമൽസ് ചെയ്യുകയില്ല. ഗുഡ് മോർണിംഗ്. ഷീ വാക്സ് ഔട്ട് വിത്ത് ഹെർ നോസ് ഇൻ ദി എയർ. അങ്ങനെ അവൾ പുറത്തേക്ക് പോകുന്നു. വിത്ത് ഹെർ നോസ് ഇൻ ദി എയർ അതൊരു ഇഡിയമാണ്. ഇതിനർത്ഥം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ വേ സംബഡി ബിഹേവ്സ് വെൻ ദേ തിങ്ക് ദേ ആർ ബെറ്റർ ദാൻ അതർ പീപ്പിൾ. അതായത് കുറച്ച് ഗമയോടെ എന്നുള്ള അർത്ഥത്തിലാണ് അസിസ്റ്റൻ്റ് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു വൺ ആക്ട് പ്ലേ ആണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.